ആറാമത്തെ ശ്ലോകത്തില് യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. ഏതേത് ദേവതകളെയാണോ ഒരുവൻ ആരാധിക്കുന്നത് ആ ദേവതകളെ പ്രാപിക്കുന്നു. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മരയുധ്യച മയ്യർപ്പിത മനോബുദ്ധി മാം ഏവ യേഷ്യസി അസംശയ. തസ്മാത് അതിനാല് സർവേഷു കാലേഷു എല്ലാ കാലത്തിലും മാം അനുസ്മര എന്നെ അനുസ്മരിക്കുക, യുധ്യച കർമ്മം ചെയ്യുക, മയ്യി അർപ്പിത മനോബുദ്ധി എന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സും ബുദ്ധിയോടും കൂടിയവനായിട്ട് ഉള്ളവൻ മാം ഏവ എന്നെ തന്നെ യേഷ്യസി പ്രാപിക്കുന്നു, അസംശയ യാതൊരുവിധ സംശയവുമില്ല. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുധ്യച. ഇവിടെ ഈ യുധ്യച എന്ന വാക്ക് ഇപ്പൊ അർജുനൻ യുദ്ധക്കളത്തിലായതുകൊണ്ടാണ് ആ യുധ്യച എന്ന പ്രയോഗം കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിലാണെങ്കിൽ ഇങ്ങനെ വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ എടുക്കേണ്ടത് കർമ്മം ചെയ്യുക എന്നെടുക്കണം. അപ്പൊ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക എന്ന്. അപ്പൊ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ ഭഗവത് നാമസ്മരണ കൊണ്ടാണോ കർമ്മം ചെയ്യേണ്ടത്? നാമസ്മരണ അല്ലെങ്കിൽ രൂപസ്മരണ. അപ്പൊ നാമസ്മരണയോ രൂപസ്മരണയോ അല്ല ഇവിടെ ഭഗവത് സ്മരണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എന്നുള്ളത് ഈ ചിത്തത്തിൽ നമുക്ക് ജ്ഞാനവൃത്തി നിലനിർത്തിക്കൊണ്ട് വേണം കർമ്മം ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പൊ ഭഗവത് സ്മരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന അറിവ് നിലനിർത്തിക്കൊണ്ട്, അപ്പൊ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്നുള്ളത് നിലനിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് കർമ്മം ചെയ്യാൻ പറ്റുക? അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അതൊരു ഈശ്വരാർപ്പണം, ഈശ്വര ആരാധന എന്ന നിലയിൽ. ഇവിടെ ഈ നമുക്കിവിടെ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മളും ഈശ്വരനും മാത്രമേ ഉള്ളൂ ബന്ധം എന്ന് പറയാൻ. മറ്റൊന്നും ബന്ധമല്ല, മറ്റൊന്നും അത് മറ്റുള്ളതെല്ലാം എന്ന് പറയുന്നത് ബന്ധം എന്നത് പോലെ, എന്നാൽ ബന്ധമല്ലാത്തത്. കാരണം ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ അന്യമായിട്ടുള്ള എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബന്ധം സാധ്യമാകത്തുള്ളൂ. പക്ഷെ ഇവിടെ അന്യമായിട്ടൊന്നും ഇല്ലാത്തതിനാൽ എങ്ങനെയാണ് ഇവിടെ ബന്ധം സാധ്യമാവുക? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈ കാണപ്പെടുന്ന വിഷയങ്ങൾ ഒന്നും തന്നെ, അല്ലെങ്കിൽ വിഷയലോകത്തിൽ ഒന്നും തന്നെ ഇവിടെ വ്യവഹാരത്തിന്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ പോലും അവ ദുഃഖജനിതങ്ങളാകിയാൽ ബന്ധത്തിന് യോഗ്യരല്ല. ഇനി വേദാന്ത ദൃഷ്ടിയിൽ നോക്കിയാൽ തന്നെ അവിടെ അവയെല്ലാം ഈ ദൃഗ്ദൃശ്യ വിവേകത്തിന്റെ ദൃഷ്ടിയാണ് വേദാന്ത ദൃഷ്ടി എന്ന് പറഞ്ഞത്. അപ്പം ദൃഗ്ദൃശ്യ വിവേകത്തിന്റെ ദൃഷ്ടിയിൽ കൂടെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ ദൃക്കിൽ നിന്ന് ഭിന്നമല്ലാത്തതായിട്ട് ഇവിടെ ദൃശ്യം എന്ന് പറഞ്ഞ് വേർതിരിച്ചെടുക്കാൻ ഒന്നും തന്നെ ഇല്ലാതായി കഴിഞ്ഞതോടുകൂടിയിട്ട് നമുക്ക് ബന്ധപ്പെടുവാൻ, അതായത് ദൃക്കിന് ബന്ധപ്പെടുവാൻ സമസ്ഥാനത്ത് തുല്യസ്ഥാനത്ത് മറ്റൊന്ന് ഇല്ല. ദൃക്കിന് ബന്ധപ്പെടണമെങ്കിൽ മറ്റൊരു ദൃക്ക് വേണം, അവിടെ മറ്റൊരു ദൃക്കില്ല. കേവലഹ എന്നുള്ളതാണ് ദൃക്കിനെ കുറിച്ച് നമ്മൾ കണ്ടത്. ഏകഹ ഏവാത്മാ ദൃക്ക് സാക്ഷി എന്ന് പറഞ്ഞു. അപ്പൊ ദൃക്കിന് സമമായിട്ട് മറ്റൊരു ദൃക്കുണ്ടെങ്കിൽ ബന്ധം സാധ്യമാവും, ബന്ധപ്പെടാൻ നമുക്ക് ശ്രമിക്കാമായിരുന്നു. പക്ഷെ മറ്റൊരു ദൃക്കില്ല, അതിനാൽ അത് സാധ്യമല്ല. ഇനി ദൃക്കും ദൃശ്യവും തമ്മിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വിരുദ്ധ സ്വഭാവങ്ങളായിട്ടുള്ളതാണ് നമുക്ക് ഈ ദൃക്കും ദൃശ്യവും എന്ന് പറയുന്നത്. അപ്പൊ ദൃക്കും ദൃശ്യവും പകലും രാത്രിയും പോലെ വിരുദ്ധ സ്വഭാവങ്ങളോട് കൂടിയവയാകിയാൽ അവയ്ക്ക് സംബന്ധം സാധ്യമല്ല. ഇപ്പം പകലിനും രാത്രിക്കും തമ്മിൽ യോജിക്കാൻ സാധ്യമല്ലാത്തതുപോലെയാണ് ദൃക്കിനും ദൃശ്യത്തിനും യോജിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ഇങ്ങനത്തെയുള്ള ഈ ജ്ഞാനം നമ്മൾ മനസ്സിൽ വെച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ ഇപ്പം നമുക്ക് ഈ ചിത്തവൃത്തിക്ക് സഞ്ചരിക്കുവാൻ നമുക്ക് വിഷയങ്ങൾ അപ്രാപ്തം അല്ലെ വിഷയങ്ങൾ അയോഗ്യം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എടുക്കുന്നു. ഇപ്പം ചിത്തവൃത്തി ഉണ്ട്, അതിന് സഞ്ചരിക്കണം, ഇടം വേണം. അത് നമ്മൾ ജനിച്ചതിനാൽ നമുക്ക് വ്യവഹാരിയായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം വ്യവഹാരിയായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ മനോവൃത്തികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് ചിത്തവൃത്തി ഉണ്ടാകുക എന്ന് പറയുന്നത്. അപ്പൊ മനോവൃത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഉണ്ടാകപ്പെടുന്ന മനോവൃത്തികൾ ഒരു അജ്ഞാനിക്ക് വിഷയങ്ങളിലേക്ക് വിഷയോന്മുഖമായിട്ടായിരിക്കും മനോവൃത്തികൾ പോകുന്നത്.
ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വേദാന്ത പഠനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അജ്ഞാനിയായിരിക്കുമ്പോൾ ആണെങ്കിലും ജ്ഞാനിയായിരിക്കുമ്പോഴും ഈ ചിത്തവൃത്തികൾ എന്ന് പറയുന്നത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് വ്യവഹാരിയുടെ ലക്ഷണമാണ്. അപ്പൊ ജ്ഞാനി ആയതുകൊണ്ട് വ്യവഹാരി അല്ലാതാവുന്നില്ല. അപ്പൊ അങ്ങനെ ചിത്തവൃത്തികൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം വ്യത്യാസം എന്ന് പറയുന്നത് അജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്തവൃത്തിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവയുടെ ഈ എത്തപ്പെടുന്നത് അല്ലെങ്കിൽ ഏതിന്മേലാണോ ഇവ പോയി നിൽക്കുന്നത്, അത് സ്ഥാനം, അത് എപ്പോഴും വിഷയങ്ങളായിരിക്കും. ഇവിടെ ഒരു വിവേകിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ജ്ഞാനവിചാരത്താൽ തൃപ്തനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇതാണ് ഈ നിത്യാനിത്യ വിവേക വിചാരം നടത്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങള് ഈ ചിത്തവൃത്തിക്ക് പോയി പ്രതിഷ്ഠിക്കുവാൻ യോഗ്യമായിട്ടുള്ളതല്ല വിഷയങ്ങൾ എന്നറിഞ്ഞപ്പോൾ ഈ ചിത്തവൃത്തികളുണ്ട്, അവയെ കൊണ്ട് ഇരുത്താൻ യോഗ്യമായിട്ടൊന്നുമില്ല. ഈ ഘട്ടത്തിലാണ് നമുക്ക് ഈശ്വരനെ ആവശ്യമുള്ളത്. അത് ചിത്തവൃത്തികളുണ്ട്, അതിനെ കൊണ്ട് ഇരുത്താൻ വിഷയങ്ങളില്ല എങ്കിൽ അവിടെ നമ്മൾ ഈശ്വരനെ ഇരുത്തുക എന്നാണ്. അപ്പൊ ഈശ്വരനെ പിന്നെ അവിടെ എങ്ങനെ ഇരുത്തുക? ഈശ്വരനെ നമ്മൾ ഇരുത്തുമ്പോൾ ഈ സർവ വ്യവഹാരത്തിലും ഈ നിൽക്കുന്നവനായ ഈശ്വരന് അവിടെ വ്യവഹാരാതീതനായിട്ടും വ്യവഹാരത്തിന് വിധേയനായിട്ടുമൊക്കെയുള്ള ഈ മായാ സംബന്ധത്തോടു കൂടിയിട്ട് നമ്മൾ ഈശ്വരനെ കാണുന്നു എന്ന്. സച്ചിദാനന്ദ സ്വരൂപം പ്ലസ് മായയോട് കൂടിയിട്ട്, അതായത് സകല വ്യവഹാരത്തിലും വ്യവഹാരങ്ങൾക്കും കാരണമായിട്ട് നിൽക്കുന്നവൻ മായാസഹിതൻ എന്നുള്ളത്. മായ അധീനൻ എന്ന് പറയാൻ പറ്റത്തില്ല. മായ അധീനനാണ് കാണുന്നവനായ നാം എങ്കില് മായ അധീശനായിട്ട്. അപ്പൊ ഇങ്ങനെ മായ അധീശനായിട്ട് നമുക്ക് ഈശ്വരനെ കണ്ടു എന്നുള്ളത് കൊണ്ട് മായ അധീനനായിട്ട് ഈശ്വരൻ മാറുന്നില്ല. ഇതാണ് അതിന്റെ ലക്ഷണം. അപ്പൊ നമ്മൾ പറയും ഇപ്പൊ മായ ഇല്ലാതെ വേണ്ടയോ ഈശ്വരൻ എന്ന് പറയുന്നത് പരബ്രഹ്മത്തെ കാണുക എന്ന്. അപ്പൊ മായയ്ക്ക് അധീനനായിട്ടാണ് നമ്മളും ഈശ്വരനെ കാണുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ട് മാറും. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് മായയ്ക്ക് അധീശനായിട്ട്, അധീനനല്ല അധീശനായിട്ട് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഈ വ്യവഹാരിയായിട്ട് നിൽക്കുന്നതാണ് ജ്ഞാനി എങ്കിൽ കൂടിയും ആ ജ്ഞാനിക്ക് ഈ ചിത്തവൃത്തികൾ ഉദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വ്യവഹാരി എന്നുള്ളതിന്റെ ലക്ഷണമായിട്ട് പറഞ്ഞത്. അല്ലാതെ മറ്റൊരു തരത്തിലല്ല. ഈ ചിത്തവൃത്തികൾ ഉദിക്കുന്നു, അതിനെ നമുക്ക് സപ്രസ് ചെയ്യാൻ പറ്റത്തില്ല, അത് നിർത്താൻ പറ്റത്തില്ല. ചിത്തവൃത്തികൾ ഉദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യോഗ ചിത്തവൃത്തി നിരോധം പോലെയുള്ള അങ്ങനെയുള്ള ഒരു അഭ്യാസിയായിട്ട് ഒരു കാലം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇരുന്നേക്കാം വിചാരിക്കും. പക്ഷെ അതും ഒരു കാലത്തേക്കുള്ളൂ. പിന്നെ അല്ലെങ്കിൽ നിത്യ സുഷുപ്തിയിൽ വർത്തിക്കണം. ഒന്നിയിൽ സമാധി എന്ന് പറയുന്നത് സുഷുപ്തി സമാനമായിട്ടുള്ള സ്ഥിതിയിൽ വർത്തിക്കണം. ചിത്തവൃത്തി നിരോധം അതന്നെയാണ് ഉദ്ദേശിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സുഷുപ്തിയിൽ തന്നെ നിൽക്കണം. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് നമുക്ക് അനിഷ്ടവുമാണ്. അതേപോലെ തന്നെ ഈ വ്യവഹാരിക കർമ്മങ്ങളെ നമുക്ക് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്തംഭിപ്പിച്ച് നിർത്താനും സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം അവയെല്ലാം ഏതോ ഒരു നിയമത്തിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെയുള്ള സ്ഥിതിയിലാണ്. അപ്പൊ നമുക്ക് ചിത്തവൃത്തികൾ എവിടെ കൊണ്ടിരുത്താം? നമുക്ക് ഈശ്വരനിൽ കൊണ്ടിരുത്താം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഈശ്വരനെ കൊണ്ടിരുത്താൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ഉപായങ്ങളായിട്ടാണ് ഈ നാമവും രൂപവും ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നത്. പിന്നീട് നമ്മൾ ടെക്സ്റ്റുകളെ സ്വീകരിക്കുന്നു. അപ്പൊ ടെക്സ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭാഗവതാദി പുരാണങ്ങളെ സ്വീകരിക്കുന്നു. അപ്പം ഭാഗവതാദി പുരാണങ്ങളെ സ്വീകരിക്കുന്നത് എന്തിനാണ്? അതിന് പകരം നമുക്ക് നേരിട്ട് വേദത്തെ സ്വീകരിച്ചാൽ പോലെ. അപ്പം അതുകൊണ്ടാണ് ഈ വേദത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത് വേദത്തിന്റെ വേദാർത്ഥാവബോധം നല്ലതുപോലെ അറിയുകയും വേദത്തിന്റെ അനുസരിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ബ്രാഹ്മണര് അങ്ങനെയുള്ളവരെയാണ് ഉത്തമരായ ബ്രാഹ്മണർ, ബ്രഹ്മജ്ഞർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈ ഉപനിഷത്ത് മന്ത്രങ്ങളിൽ അല്ലെങ്കിൽ വേദമന്ത്രങ്ങളിൽ മാത്രം പ്രതിഷ്ഠിക്കപ്പെട്ട മനസ്സോടുകൂടിയിട്ടാണ് ബ്രാഹ്മണര് എന്ന് പറയുമ്പോൾ, പക്ഷേ പുരാണങ്ങൾ എന്ന് പറയുമ്പോഴും ഭാഗവതം തുടങ്ങിയതെന്ന് പറയുമ്പോൾ അത് ഈ ഭാഗവതാദി ഇപ്പൊ മഹാഭാരതമായാലും ഭാഗവതം തുടങ്ങിയിട്ടുള്ള പുരാണങ്ങളും ഒക്കെ ആണെങ്കിലും അത് ഉപദേശിക്കുന്നത് തന്നെ ബ്രാഹ്മണനല്ല എന്നുള്ളതാണ്. അപ്പോൾ അബ്രാഹ്മണൻ അല്ലെങ്കിൽ ശൂദ്രൻ, ഇപ്പൊ ശൂദ്രനായിട്ടുള്ള സൂതനെ കൊണ്ടാണ് ഇത് പറയിപ്പിക്കുന്നത്. അതാണ് ഇതിനകത്ത് രസം. ഭാഗവതം ഉപദേശിക്കുന്നത് ശൂദ്രനായ സൂതനെ കൊണ്ടാണ്. ഇതിനാണ് ഈ ശൂദ്രനെ എടുത്തു പറഞ്ഞത്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശൂദ്രനേ ഉള്ളൂ.
അപ്പൊ അതുകൊണ്ട് ശൂദ്രനായ സൂതനെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. അപ്പൊ ശൂദ്രൻ അവിടെ ഗുരുസ്ഥാനത്തിരുന്നു കൊണ്ട് മഹർഷിമാർക്ക് വരെ ഉപദേശിക്കുന്ന തരത്തിലാണ് ഈ മഹാഭാരതമായാലും നമുക്ക് ഈ ഇത് മറ്റേതുണ്ടല്ലോ ഭാഗവതം തുടങ്ങിയിട്ടുള്ളവയാണെങ്കിൽ ഒക്കെ നമുക്ക് കാണുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മഹാഭാരതത്തിനുള്ളിലാണ് ഭഗവത്ഗീത നിൽക്കുന്നത്. അപ്പം ഭഗവത്ഗീത ആരായി ഇപ്പൊ ഉപദേശിക്കുന്നത്? സൂതന്റെ ദൃഷ്ടിയിൽ കൂടിയാണ് ഭഗവത്ഗീത പോലും ഉപദേശിക്കപ്പെടുന്നത്. അപ്പം പിന്നെ അന്നേരം നമുക്ക് ഈ അന്നത്തെ കാലത്തെ ദൃഷ്ടിയിൽ ശൂദ്രനാണ്, അപ്പോൾ ശൂദ്രനെ മോശമായിട്ട് കണ്ടു എന്ന രീതിയിലൊക്കെ നമ്മള് ഇന്നത്തെ കാലത്ത് വ്യാഖ്യാനിച്ചെടുക്കുന്നതൊക്കെ അതൊക്കെ ഒരു പോളിറ്റിക്സ് എന്ന് മാത്രമേ, അത് ആരുടെയോ സ്വാർത്ഥ താല്പര്യത്തിനനുസരിച്ച് വന്നുപോയ കാര്യങ്ങളാണ്. ഇതും യാഥാർത്ഥ്യവുമായിട്ട് വ്യവഹാരത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇക്കാലത്തിന് കുറച്ച് മുമ്പ് നടന്ന കാര്യങ്ങളോ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ ആയിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. നമ്മളിവിടെ കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും ശാസ്ത്രത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നല്ലതുപോലെ ഇതിനെക്കുറിച്ച് അർത്ഥം ബോധിച്ചു കഴിയുമ്പോഴും ഇതിന്റെ സെറ്റപ്പ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇന്ന് സമൂഹത്തിലുണ്ടായ ഈ അപകടങ്ങൾ എന്താ നമുക്ക് തിരിച്ചറിയാനും അതിനനുസരിച്ച് കുറച്ചു പേർക്ക് ബോധത്തോടു കൂടിയിട്ട് ജീവിക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ കാര്യം എടുത്തു പറഞ്ഞത്. അപ്പൊ ഈ മഹാഭാരതം ഉപദേശിച്ചത് സൂതനാണ്, അതിനുള്ളിൽ നിൽക്കുന്നതാണ് ഈ ഭഗവത്ഗീത തന്നെയുള്ളത്. അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ആ തരത്തിലെ കഥ പിന്നീട് ഉപദേശമൊക്കെ ഈ സൂതനിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പൊ ഇവിടെ നമ്മള് ഈ സൂതനിൽ കൂടെ പറഞ്ഞതോട് കൂടിയിട്ട് അവിടെ നമുക്ക് കാണാം, ഇത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രര് എല്ലാവർക്കും ഒരുപോലെ ജ്ഞാനം കിട്ടുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് അവലംബിച്ചിരുന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർക്കാണെന്നുണ്ടെങ്കിൽ വേദമുണ്ട് എന്നുണ്ടെങ്കിൽ ആ 4 വേദങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് സമുദ്രം പോലെ കിടക്കുന്ന മുഴുവൻ ശാസ്ത്രങ്ങൾക്കും കൂടെ അധികാരിയായിട്ടാണ് ശൂദ്രനെ വെച്ചിരിക്കുന്നത്. കാരണം സൂതനാണല്ലോ അവിടെ ഉപദേഷ്ടാവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊരു ദ്രവ്യ ദൃഷ്ടി, എന്തൊരു ദീർഘദൃഷ്ടി, എന്തൊരു വിശാലതയുമാണ്, എന്തൊരു വിശാലതയിലൂടെയാണ് നമ്മുടെ സംസ്കാരം പോയിക്കൊണ്ടിരുന്നത്. ഒരു സമുദ്രം തന്നെയാണ്, ജ്ഞാനത്തിന്റെ ഒരു സമുദ്രം തന്നെയാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് സർവ്വജനങ്ങൾക്കുമായിട്ട്. പിന്നെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രം താൽക്കാലികമായിട്ട് സമൂഹത്തിൽ നിന്ന് 4 വർണ്ണങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അത് കേവലം കർമ്മത്തിന്റെ അന്നത്തെ സമൂഹത്തിന്റെ ദൃഷ്ടിയിലെ കർമ്മത്തിന്റെ കുറവ് കൊണ്ട് മാത്രം. അതായത് കർമ്മത്തിന്റെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സമൂഹത്തിന് യോജിക്കാത്ത തരത്തിലുള്ള ഒരു കർമ്മം അവരാൽ ചെയ്യപ്പെട്ടു. അത് ചിലപ്പോൾ ഒരു വാഗ്ദോഷമാവാം, ഇങ്ങനെ എന്തെങ്കിലും ആവാം. അങ്ങനെ വരുമ്പോൾ അവരെ മാത്രം ഒന്ന് മാറ്റി നിർത്തി, അതും തൽക്കാലത്തേക്ക് മാത്രം. അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് കാണാം, ഇപ്പം ചണ്ടാളഹ എന്ന് പറഞ്ഞാല് അവിടെ പ്രശസ്തനായിട്ടുള്ള ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, അദ്ദേഹം ത്രിശങ്കുവിന് ചണ്ടാളത്വം കിട്ടി. അപ്പൊ ചണ്ടാളത്വം കിട്ടിയ ത്രിശങ്കു മഹാരാജാവാണ്. അതായത് ഈ മഹത്തായിട്ടുള്ള ഈ രാമന്റെ വംശത്തിലുള്ള ത്രിശങ്കുവിന് ചണ്ടാളത്വം കിട്ടി. ചണ്ടാളത്വം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ത്രിശങ്കു അക്കാലത്ത് ചണ്ടാളനായിട്ട് അറിയപ്പെട്ടു. അപ്പൊ ഇതാണ് നമ്മുടെ പൂർവ്വകാലത്തുണ്ടായിരുന്ന രീതി. പിന്നീട് കർമ്മം ചെയ്ത് ആ ചണ്ടാളത്വം മാറി സ്വർഗസ്ഥാനം അദ്ദേഹത്തിന് മതി എന്ന് പറഞ്ഞത് കാരണം സ്വർഗപ്രവേശവും ചെയ്തു. ഇനി ഹരിശ്ചന്ദ്രനാണെങ്കിലും ഒരു കാലഘട്ടത്തിൽ ചണ്ടാളൻ എന്നുള്ള രീതിയിലേക്ക് പോയി. അത് നമുക്ക് കാണാം. അവിടെയും വിശ്വാമിത്രനാണ് കടന്നു വരുന്നത്. വിശ്വാമിത്രനോ ഹരിശ്ചന്ദ്രനെ ചണ്ടാളനാകാൻ കാരണമായി. മറ്റിടത്താണെങ്കിൽ ത്രിശങ്കുവിന് വസിഷ്ഠനാണ് ചണ്ടാള ആകാൻ കാരണമായതെന്നുണ്ടെങ്കിൽ ആ ചണ്ടാളത്വം നീക്കിക്കൊടുത്തത് വിശ്വാമിത്രനാണ്. ഇങ്ങനെയൊക്കെയുള്ള രീതികളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതും കൂടെ നമ്മളെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. കാരണം ഇവിടെ വ്യവഹാരത്തില് ആരും ആരെക്കാളും മോശമല്ല, ആരും ചെറിയവരുമല്ല, വലിയവരുമല്ല. അപ്പൊ ഇങ്ങനത്തെയുള്ള ഒരു ദൃഷ്ടി നമ്മൾ സമൂഹത്തിന്റെ മേലിൽ ഇങ്ങനത്തെ ഒരു ദൃഷ്ടി വെക്കുകയും
മനസ്സിലാണെന്നുണ്ടെങ്കിൽ കാമക്രോധങ്ങൾക്ക് വിഷയമായിട്ട് മറ്റൊന്നും തന്നെ വരാനില്ലാത്തവണ്ണം നമ്മൾ വിവേകം ആർജിക്കുകയും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിനെ പ്രതിഷ്ഠിക്കാൻ നമുക്ക് ഒന്ന് വേണം. അത് മനസ്സിനെ പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് എപ്പോഴും ശാസ്ത്രം നമുക്ക് ഈ പലവിധത്തിലുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ശാസ്ത്രം അല്ല ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ശാസ്ത്രമായാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ അത് മുക്തിക്ക് കാരണമാവാത്തത് കാരണം മുക്തിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ മനസ്സിനെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടിയിട്ട് ഈശ്വരനെ സ്വീകരിക്കും. അപ്പൊ ഈശ്വരനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഈശ്വരനെ ഇപ്പൊ എങ്ങനെയാണ് സ്വീകരിക്കുക? ഈശ്വരനെ സ്വീകരിക്കുന്നത് ഈശ്വരന്റെ സച്ചിദാനന്ദ സ്വരൂപ നിരൂപണം മനസ്സിൽ നിലനിർത്തുന്നു എന്നുള്ളതാണ്. കാരണം ഇനിയിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാണാം, നമുക്ക് ഈശ്വരനെ നമുക്ക് ഈ മനസ്സിൽ നിർത്തുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു അഭ്യാസമാണ്. അത് വളരെ പ്രയാസകരമായിട്ടുള്ള ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ വിഷയത്തിനെ കുറിച്ചും കൂടെ ഒരു വിചാരം ചെയ്യേണ്ടത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻട്രഡക്ഷൻ ഇവിടെ കിട്ടിയത്. അതുകൊണ്ട് ഭഗവാന് ഇവിടെ ഈ വ്യവഹാരിയായിരിക്കുമ്പോൾ, ഇതാണ് യുദ്ധച എന്ന പ്രയോഗത്തില് വ്യവഹാരിയായിരിക്കുമ്പോൾ എന്നർത്ഥം കൊടുക്കണം. കർമ്മം ചെയ്യുന്നവനെയാണല്ലോ വ്യവഹാരി എന്ന് പറയുന്നത്. വ്യവഹാരിയായിരിക്കുമ്പോൾ സർവേഷു കാലേഷു മാം അനുസ്മര, എല്ലാ കാലത്തിലും എന്നെ അനുസരിക്കുക. അപ്പൊ എങ്ങനെ അനുസരിക്കുക എന്ന് പറയുന്നത് കർമാധ്യക്ഷനായിട്ട്, കർമ്മഫലദാതാവായിട്ട്, ഇങ്ങനെയൊക്കെയുള്ളത് നമ്മൾ കർമ്മയോഗത്തിന്റെ സമയത്ത് നല്ലതുപോലെ കണ്ടു. അപ്പൊ കർമാധ്യക്ഷനായിട്ട്, കർമ്മഫലദാതാവായിട്ട് ഒക്കെ നമുക്ക് ഈശ്വരനെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്രകാരം ഈശ്വരനെ കണ്ടുകൊണ്ട് മയ്യർപ്പിത മനോബുദ്ധി. അപ്പോൾ ഇവിടെ കർമാധ്യക്ഷനും കർമ്മഫലദാതാവുമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർമ്മഫലദാതാവ് ഭഗവാനായ സ്ഥിതിക്ക് ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് കർമ്മഫലത്തെ അല്ല സ്വീകരിക്കേണ്ടത്. കാരണം ഫലദാതാവ് ഭഗവാനാണ്. ഭഗവാനിൽ നിന്ന് എന്ത് സ്വീകരിച്ചാലും അത് പ്രസാദമാണ്. അതിനാൽ പ്രസാദ ബുദ്ധിയാൽ സ്വീകരിക്കണം. അപ്പോൾ പ്രസാദ ബുദ്ധിയാൽ സ്വീകരിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് എന്തുണ്ടോ അത് പ്രസാദ ബുദ്ധിയാൽ സ്വീകരിക്കുമ്പോൾ നമ്മളിവിടെ മുമ്പ് നമ്മുടെ കർമ്മഫലമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയതെന്നുള്ളത് നമ്മളവിടെ അതിനോട് ചേർക്കുന്നു. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരം മുമ്പത്തെ കർമ്മഫലം, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അന്നപാനാദികൾ മുമ്പത്തെ കർമ്മഫലം, ഇങ്ങനെ എടുത്താൽ മതി. അപ്പൊ അവയെല്ലാം നമുക്ക് ഈശ്വരപ്രസാദമായിട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നമ്മൾ ബോധിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ കിട്ടിയ ശരീരം അത് കർമ്മഫലം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ ഈശ്വരപ്രസാദമായിട്ട് സ്വീകരിക്കുന്നു. ഇപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള കഴിവ്, അതായത് ഇന്ദ്രിയ വ്യവഹാരങ്ങളുടെ നമുക്കുള്ള യോഗ്യത, അത് ഈശ്വരപ്രസാദം ആയിട്ട് സ്വീകരിക്കുന്നു. ഇനിയും വിഷയത്തിന്റെ ലഭ്യത, വിഷയങ്ങളുടെ ലഭ്യത, അന്നപാനാദികളുടെ ലഭ്യത, അപ്പോൾ അത് ഈശ്വരപ്രസാദമായിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ ഇവിടെ പിന്നെ നമ്മുടെ തന്നെ നിലനിൽപ്പ്, അതായത് അഹം എന്ന രീതിയിൽ ഭോഗൈശ്വര്യങ്ങളോട് കൂടിയവനാവട്ടെ, ഇനി അഥവാ ഭോഗൈശ്വര്യങ്ങൾ കുറച്ച് കുറഞ്ഞവനാവട്ടെ, എങ്കിൽ കൂടിയും ഒരു വ്യക്തി എന്ന നിലയിൽ നിലനിൽക്കാൻ നമുക്ക് സാധ്യമായി. അതിനാൽ ആ കിട്ടിയ നമുക്ക് കിട്ടിയ ജന്മം എന്നുള്ളത്, അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ അസ്തിത്വം ഉണ്ടല്ലോ, അതിനെയും കൂടെ നമ്മൾ ഈശ്വരപ്രസാദമായിട്ട് കാണണം. അപ്പോൾ അവനവനെ തന്നെ ഒരു പ്രസാദമായിട്ട്, ഈശ്വരനിൽ നിന്ന് ലഭിച്ച ഒരു പ്രസാദമായിട്ട്, നമുക്ക് ഈ ഒരു ജീവിതം ഈശ്വരനാൽ ലഭിച്ചു എന്ന രീതി കണ്ടാൽ മതി. അപ്പൊ ഇത്രയും കിട്ടിക്കഴിയുമ്പോൾ ഈ പ്രസാദമാണ്, ഈ പ്രസാദത്തെ സ്വീകരിക്കാൻ നിൽക്കുന്നവനും എന്ന് കണ്ടു. അപ്പൊ ഇങ്ങനെ പ്രസാദത്തെ ഈശ്വരപ്രസാദത്തിനെ സ്വീകരിക്കാൻ നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പല പേരുകളും കാണാം. ശിവപ്രസാദ്, അപ്പൊ ശിവന്റെ പ്രസാദം, അല്ലെങ്കിൽ വിഷ്ണു പ്രസാദ് എന്നൊക്കെയുള്ള നമ്മൾ പേരുകൾ ഇതുകൊണ്ടാണ് വരുന്നത്. അപ്പൊ നിൽക്കുന്ന ആള് തന്നെ പ്രസാദമാണ്, സ്വീകരിക്കാൻ നിൽക്കുന്നവൻ പ്രസാദമാണ്, സ്വീകരിക്കപ്പെടുന്നത് എന്തും പ്രസാദമാണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പ്രസാദേ സർവ്വദുഃഖാനാം ഹാനിരസ്യോപജായതേ, പിന്നെ ഇത് ശീലമാക്കുന്നു. അപ്പൊ ഇങ്ങനെ ശീലമാക്കി കഴിയുമ്പോൾ അവിടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ധർമ്മം, അർത്ഥം, കാമം ഇവയുടെ പ്രാപ്തി അല്ല എന്ന് കണ്ടിട്ട് മുക്തിയാണ് എന്നുള്ളത് ലക്ഷ്യമുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ പിന്നെ ഇവിടെ എന്താ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര അസ്തിത്വം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് ജീവിതത്തിന്റെ വ്രതമായിട്ട് വരുന്നു. അതായത് സത്യം ആണ് ഈശ്വരൻ. ഇപ്പൊ സത്യം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള സത്യം, അല്ലാതെ നമ്മൾ ഈ ഭാഷയിലെ ആരെങ്കിലും സാഹിത്യത്തിൽ സത്യം ഈശ്വരനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആ ഒരു
എന്തെങ്കിലും പറയുമ്പോൾ ഉള്ള ഒരു സത്യമല്ല ഇവിടുത്തെ സത്യം എന്ന് പറഞ്ഞാൽ സദ്രൂപം എന്നുള്ളത്. അപ്പൊ അങ്ങനെ സത്താണ് ഈശ്വരൻ എന്നുള്ള രീതിയിൽ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് നമ്മൾ അതിലേക്ക് നിർത്തുമ്പോൾ നമ്മൾ ഈശ്വര സ്മരണയെ തന്നെയാണ് നിർത്തുന്നത്. ഇങ്ങനെ നമ്മൾ കണ്ടെത്തണം. ഇങ്ങനെ കണ്ടെത്തിപ്പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ മാത്രമാണ് ഈ മയ്യർപ്പിത മനോബുദ്ധി എന്നുള്ളത് വരുന്നത്. അപ്പൊ അങ്ങനെ മയ്യർപ്പിത മനോബുദ്ധി, ഇപ്പൊ നമ്മൾ ഇത്രയും വിശദീകരണം ഒന്നും പോവാതെ വേണേ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈശ്വരന് അർപ്പിക്കപ്പെട്ട മനസ്സോടും ബുദ്ധിയോടും കൂടിയിട്ടും ഈ ഒരു ഇങ്ങനെ ഒരു അർത്ഥമാണ് നമ്മൾ ജനറലായിട്ട് കേട്ടുപോകുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു അർത്ഥം കേട്ടുകൊണ്ട് ആർക്കും ഒരു ഫലവും കിട്ടത്തില്ല. വാക്കിന്റെ അർത്ഥം പഠിച്ചു വെക്കാം എന്നുള്ളതല്ലാണ്ട് പിന്നെ അന്നേരം പിന്നെ എപ്പോഴും നമ്മൾ ഒരു ബോധവും ഇല്ലാണ്ട് നമുക്കൊരു അർത്ഥബോധവും ഇല്ലാണ്ട് തന്നെ നമ്മൾ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെ ഒരു പ്രയോഗം നമ്മൾ നടത്തി കടന്ന് പോകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ കടന്നു പോവാനുള്ളതല്ല ഈ ഭഗവത്ഗീത ശ്ലോകങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇനിയിപ്പം ഭഗവാൻ പറയാൻ പോകുന്ന ചില പ്രയോഗങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം അത് വരാൻ പോകുന്ന ശ്ലോകങ്ങളിൽ ഇപ്പം മയ്യർപ്പിത മനോബുദ്ധി, അങ്ങനെയുള്ളവൻ മാമേവ ഏഷ്യസി പ്രാപിക്കും. മാമേവ ഏഷ്യസി അസംശയത്വം ആണ് ഇവിടെ അർജുനോടാണ് പറയുന്നത്. യുദ്ധ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് അർജുനോട്, നീ ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ത്വം യുദ്ധ്യ എന്ന് പറഞ്ഞാൽ ത്വം യേഷ്യസി, ഇത് രണ്ടും ഈ ത്വമ്മിനോടാണ് ചേരുന്നത്. അപ്പൊ നീ ചെയ്യുക, നീ എന്നെ പ്രാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാമേവ യേഷ്യസി അസംശയ, സംശയം ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ ഇപ്പം ഭഗവാൻ ഇവിടെ അർജുനന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നീ എന്നെ പ്രാപിക്കുമെന്നുള്ള പ്രയോഗത്തില് അവിടെ ഭഗവാൻ അവിടെ നിൽക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിലല്ല, പരംപൊരുള എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതല്ലെങ്കിൽ ഈ മാമേവ യേഷ്യസി എന്നൊക്കെയുള്ള പ്രയോഗത്തിന് അർത്ഥമില്ലാതായിത്തീരും. കാരണം ഓൾറെഡി ഭഗവാന്റെ അടുത്താണ്. ഇപ്പം കൃഷ്ണൻ എന്ന രീതിയിൽ അവിടെ അർജുനന്റെ തേരാളിയായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ അടുത്ത് തന്നെയാണ് അർജുനൻ നിൽക്കുന്നത്. അതിനാല് അവിടെ ഭഗവാന്റെ അടുത്തെത്തുക എന്നുള്ളതല്ല ഇവിടുത്തെ യേഷ്യസി എന്നുള്ള അർത്ഥം. അപ്പൊ അവിടെ പരമ്പൊരുളായിട്ടുള്ളത്. അപ്പൊ അർജുനന്റെ അസ്തിത്വം ഭഗവാനാണെന്ന് തിരിച്ചറിയലാണ് ഭഗവാനെ പ്രാപിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ അർത്ഥത്തിന്റെ ഗൗരവത്വം എന്ന് പറയുന്നത്. അപ്പൊ അതിനെന്ത് വേണമെന്നാ ഇനിയിപ്പോ ഇനിയുള്ള ഭാഗങ്ങൾ നമ്മൾ സ്വല്പം ഒന്ന് ശ്രദ്ധ കൊടുക്കുന്ന നല്ലതായിരിക്കും. അഭ്യാസയോഗയുക്തേന ചേതസാ നാന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥ അനുചിന്തയൻ. അപ്പൊ ശാസ്ത്രം അനുചിന്തയൻ, ശാസ്ത്രത്തിനനുസരിച്ച് ചിന്തിക്കണം. അല്ലെങ്കിൽ ഗുരുപദേശം അനുചിന്തയൻ. അപ്പൊ ഈ അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ പിന്തുടരുകയാണ്. അപ്പം ശാസ്ത്രം അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രത്തിനനുസരിച്ച്. അപ്പം ഇതിന് നമുക്ക് ഈ വൃക്ഷം അനു, വൃക്ഷത്തിലേക്ക് വിദ്യുത്ത് പ്രവിശത്തി എന്ന്, വൃക്ഷമനു വിദ്യുത് പ്രവിശത്തി അല്ലെ വൃക്ഷമനു വൃക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ ഈ അനുവിന്റെ പ്രയോഗമുണ്ട്. അതേപോലത്തെ പ്രയോഗമാണ് അനുചിന്തയൻ എന്നുള്ളിടത്തുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് പുരുഷം അനുചിന്തയൻ, ഈ പുരുഷൻ അതായത് ഈ പുരുഷനെ യാതി പ്രാപിക്കുന്നു. എന്ത്? ശാസ്ത്രം അനുചിന്തയൻ. ഇപ്പൊ ശാസ്ത്രത്തിനനുസരിച്ച് ഗുരുപദേശത്തിനനുസരിച്ച് ചിന്തിച്ചാൽ. അപ്പൊ എങ്ങനെയുള്ള വ്യക്തിയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ശ്ലോകത്തിന്റെ ആദ്യ വരി കൊടുക്കുന്നത്. അഭ്യാസയോഗയുക്തേന. അപ്പൊ അഭ്യാസയോഗത്തോടും ചേർന്നവനായിട്ട് നമ്മൾ മുമ്പേ കാണുകയുണ്ടായി. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന തു ഗൃഹ്യത്തെ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളിലെ ഈ അഭ്യാസം. അപ്പൊ അഭ്യാസയോഗയുക്തേന, യോഗം. അപ്പൊ അഭ്യാസയോഗം, പിന്നെ യുക്തേന, ആ യോഗത്തോട് കൂടിയവനായിട്ട്, യുക്തേന ചേതസ്സ, അങ്ങനെയുള്ള ചേതസ്. അതായത് എങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ പറയുകയുണ്ടായി, കഴിഞ്ഞ ശ്ലോകത്തിന്റെ ആ വ്യാഖ്യാനത്തിൽ നമ്മൾ പറയുകയുണ്ടായില്ലോ. അപ്പോൾ ഇത് ആ അഭ്യാസം എന്ന് പറയുന്നത് അത് നിരന്തരം ആ ജ്ഞാനവൃത്തി അന്ധകരണത്തിൽ നിർത്തുക എന്ന് പറയുന്നതാണ് അവിടുത്തെ അഭ്യാസം. ആ അഭ്യാസത്തോടു കൂടിയിട്ട് നിൽക്കുന്നവനെയാണ് യുക്തചേതസ് എന്ന് പറയുന്നത്. അഭ്യാസയോഗ യുക്തചേതസ്. അങ്ങനെയുള്ള വ്യക്തി
അങ്ങനെയുള്ള വ്യക്തി എന്താ? ന അന്യഗാമിനാ ചേതസ. അപ്പൊ അന്യത്തെ ഗമിക്കുന്നത് അന്യഗാമിൻ എന്ന് പറയുന്നത്. അപ്പൊ അന്യത്തിലേക്ക് ഗമിക്കുക എന്ന് പറഞ്ഞാൽ വിഷയത്തിലേക്ക് പോകുന്നത്. അപ്പൊ വിഷയത്തിലേക്ക് പോവാത്തതായ ബുദ്ധിയാണ് പറയുന്നത് അന്യഗാമിന എന്ന് പറയുന്നത്. ന അന്യഗാമിന ചേതസ. അപ്പൊ ഈ ചേതസ എന്നുള്ളത് എങ്ങനെ പോകണം? ഇപ്പൊ ഈശ്വരനിലേക്ക് പോകുന്ന ചേതസ്സിനാല്, അഭ്യാസ യോഗ യുക്ത ആയിട്ടുള്ള ചേതസ്സിനാല്, അതുപോലെ വിഷയത്തിലേക്ക് പോവാത്തതായ ചേതസ്സിനാൽ. വിഷയത്തിലേക്ക് പോവാത്തതായ ചേതസ് എന്നുള്ളത് ഈ രണ്ടാമത്തെ പ്രയോഗത്തിലൂടെയാണ് കിട്ടിയിരിക്കുന്നത്. ന അന്യഗാമിന ചേതസ. വിഷയത്തിലേക്ക് അന്യഗാമിൻ, അന്യത്തിലേക്ക് പോവാത്തതായ ചേതസ്സിനാല് പരമം പുരുഷം ദിവ്യം യാതി. അങ്ങനെയുള്ള ചേതസ്സോടു കൂടിയവനായിട്ട് ഇവിടെ നമ്മളെ ഈ കരിയർ എന്നുള്ള നിലയിൽ നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നത് ഈ ചേതസ്സാണ്. അതായത് ഈ ചേതസ്സിനുള്ളിലാണ്, ചേതസ് എന്ന് പറഞ്ഞാൽ ചിത്തം, അതായത് ചിത്തത്തിനെയാണ് ഇവിടെ ചേതസ് എന്ന് പറഞ്ഞത്. അപ്പൊ ആ ചിത്തത്തിനുള്ളിലാണ് പ്രത്യേകാത്മാവിന്റെ സ്ഥിതി. അതായത് ചിത്തത്തിൽ പ്രകാശിച്ച് നിൽക്കുന്നവനെയാണ് പ്രത്യേകാത്മാ എന്ന് പറയുന്നത്. അപ്പൊ ചിത്തത്തിൽ മാത്രമേ നമുക്ക് പ്രത്യേകാത്മാവിനെ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. ഒരുവന് ബോധതലത്തിൽ മാത്രമേ നമുക്ക് പ്രത്യേകാത്മാവിനെ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. ചിത്തം ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ പ്രത്യേകാത്മാവിനെ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അപ്പം ചിത്തം ഉണർന്നിരിക്കുമ്പോൾ ഉള്ളത് ചിത്തവൃത്തികളാണ്. ആ ചിത്തവൃത്തികൾ മുമ്പ് പറഞ്ഞ ശ്ലോകത്തിലെ നമ്മൾ അഭ്യാസം എന്നുള്ളത് എടുത്തിട്ട് അപ്രകാരം ജ്ഞാനാഭ്യാസം, ജ്ഞാനപ്രകാശം എന്ന് പറയുന്നത് ജ്ഞാനവൃത്തി. അപ്പൊ ജ്ഞാനവൃത്തി നിർത്തിക്കൊണ്ടിരിക്കുന്ന ചിത്തം. അപ്പൊ അത്രയും ചിത്തം എത്തിക്കഴിഞ്ഞപ്പോൾ ആ ചിത്തത്തിൽ ആ ചിത്തത്തെ പ്രകാശിപ്പിക്കുന്ന ചേതസ് ഒന്ന്. രണ്ട്, ചിത്തത്തിൽ പ്രകാശിക്കുന്ന ചേതസ് രണ്ടാമത്തേത്. അപ്പൊ ചിത്തത്തിനെ പ്രകാശിപ്പിക്കുന്ന ചേതസ്സും തന്നെയാണ് ചിത്തത്തിൽ പ്രകാശിക്കുന്ന ചേതസ്സും. ഈ ചിത്തത്തിൽ പ്രകാശിക്കുന്ന ചേതസ്സാണ് പ്രത്യേകാത്മാ എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യേക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരാത്മ. പ്രത്യേകാത്മാ സമം അന്തരാത്മാ, ഉള്ളിന്റെ ഉള്ളിലുള്ള ആത്മാ. ഈ ഉള്ളിന്റെ ഉള്ള് എന്ന് പറയുന്നത് ചിത്തം, ആ ഉള്ളിന്റെ ഉള്ള് എന്ന് പറഞ്ഞാൽ ചിത്തത്തിനുള്ളിൽ എന്നുള്ളത്. അപ്പൊ ഇവിടെ ചിത്തത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ചിത്തത്തിൽ സർവത്ര. അപ്പം ചിത്തത്തിൽ സർവത്ര എന്ന് പറഞ്ഞാൽ ചിത്തം എന്ന് പറയുന്ന ഒരു വൃത്തിയാണ്. സർവ്വതും വൃത്തിമയമാണെന്നാണല്ലോ നമ്മൾ കണ്ടത്. ചിത്തം എന്ന് പറയുന്നത് ചിത്തവൃത്തിയാണ്. അപ്പോൾ ആ ചിത്തവൃത്തിയുടെ അകത്തും പുറത്തെന്ന് പറയുന്ന ചിത്തവൃത്തിയുടെ പുറത്തുള്ളതിനെ ചിത്തത്തിന് അറിയാൻ സാധിക്കത്തില്ല. അതിനാൽ ചിത്തവൃത്തിയുടെ പുറത്ത് എന്ന് പറയുന്നത് നമുക്ക് അനന്തം, അജ്ഞാതം എന്നുള്ള രീതിയിൽ അത് പരബ്രഹ്മം തന്നെയാകുന്നു. പിന്നുള്ളത് നമുക്കുള്ളത് ചിത്തവൃത്തിക്കുള്ളിലുള്ളതിനെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ചിത്തവൃത്തിക്കുള്ളിലുള്ളതിനെ യാതൊരുവനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നോ അവനാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രത്യേകാത്മാ. അപ്പൊ പ്രത്യേകാത്മാ എന്തറിയുന്നു? ചിത്തത്തിനുള്ളതിനെ അറിയുന്നു എന്ന് മാത്രമല്ല, ഉള്ളിലുള്ളതിനെ മാത്രമേ അറിയുന്നുള്ളൂ എന്നാണ്. ഇതാണ് അതിനകത്ത് രസം. ചിത്തത്തിനുള്ളിലുള്ളതിനെ മാത്രമേ അറിയുന്നുള്ളൂ. അപ്പൊ ചിത്തത്തിനുള്ളിലുള്ളതിനെ അവിടെ ഇതിനെ രണ്ടായിട്ട് കണ്ടുകൊണ്ട് വിഷയമായിട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആണ് എന്ന് അറിവില്ലാതിരിക്കലാണ് അജ്ഞാനം. അറിയുന്നതാണ് ജ്ഞാനം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിത്തത്തിൽ തന്നെ രണ്ടായിട്ട് വിഷയവും എന്ന രീതിയിൽ ഇവിടെ നിൽക്കുന്നു ഈ ചിത്തം എന്നുള്ളത് ബോധിച്ചു കഴിയുമ്പോൾ ചിത്തത്തിലെ വിഷയിയാണ് ജീവാത്മ. അപ്പൊ നമ്മൾ ആദ്യം ആ ഭോക്താവ് എന്നുള്ള രീതിയിൽ കിട്ടുന്നു, പിന്നീട് ആ ഭോക്താവിന്റെ സത്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അവിടെ നമുക്ക് കിട്ടുന്നത് അന്തരാത്മ, പ്രത്യേകാത്മ എന്ന് കിട്ടുന്നു. അപ്പൊ ഇങ്ങനെ പ്രത്യേകാത്മാവുമായിട്ട് ഇവിടെ നമുക്ക് ഈ ഐഡന്റിഫൈ ചെയ്യുന്നു. ഒന്ന്, ഐഡന്റിഫൈ ചെയ്യുന്നു. രണ്ട്, അതാണ് ഞാനെന്നുള്ള രീതിയിൽ താതാത്മ്യം കൈക്കൊള്ളുന്നു. ഇവിടെ നമുക്ക് ഈ താതാത്മ്യം എന്തിനോടാണോ കൈക്കൊള്ളാൻ അയോഗ്യമായിട്ടുള്ളത് അതിനോട് ഓൾറെഡി ഈ താതാത്മ്യം നമ്മൾ കൈക്കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ദേഹവാൻ എന്ന നിലയിൽ നമ്മൾ പ്രയത്നിക്കാതെ കൈക്കൊണ്ട് വെച്ചിരിക്കുന്ന താതാത്മ്യം ഉണ്ടല്ലോ. പക്ഷെ പ്രത്യേകാത്മാഹം എന്നതിലേക്ക് നമുക്ക് ഈ താതാത്മ്യത്തെ കൊണ്ടുവരാൻ പ്രയത്നം ആവശ്യമാണ്. നമുക്ക്
അത് നമുക്ക് എന്തോ ഇല്ലാത്ത പോലത്തെ ഒരു സ്ഥിതി വരുന്നു. അതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അജ്ഞാനത്തിന്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, പ്രത്യേകാത്മാ അഹം എന്നുള്ളതിൽ നമുക്ക് ബുദ്ധി ഉറക്കത്തുമില്ല, ദേഹവാൻ അഹം എന്നുള്ളതിൽ ബുദ്ധി ഉറച്ചും കിടക്കുന്നു. അങ്ങനെയുള്ള ബുദ്ധിയാണ് പറയുന്നത് ജ്ഞാനമില്ലാത്ത ബുദ്ധി എന്ന് പറയുന്നത്. ഇവ ജ്ഞാനം കൊണ്ടുവന്ന് കഴിയുമ്പോൾ പ്രത്യേകാത്മാ അഹം എന്നതിൽ ബുദ്ധി ഉറക്കുകയും ദേഹവാൻ അഹം എന്നത് അജ്ഞാനമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഇപ്പൊ ഇത്രയും എത്തിയല്ലോ. ഇപ്പൊ ഇത്രയും എത്തിയതുകൊണ്ട് ഇത്രയും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആധ്യാത്മിക സാധന ചെയ്യാൻ തുടങ്ങിയവൻ എന്ന സ്ഥാനം കിട്ടി. ഇപ്പോഴാണ് നമ്മളൊരു സാധകനായത്. ഇവിടെ തുടങ്ങണം സാധകൻ. അപ്പൊ ഇതുവരെ ഇത് സാധകന്റെ അവസാന ഘട്ടമല്ലത്. ഇവിടെയാണ് സാധകൻ തുടങ്ങേണ്ടത്. അപ്പൊ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാലോ, ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്തും. ഇവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടം വരെ കൊണ്ടെത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹമാണ്. ഇവിടെ കൊണ്ടെത്തിച്ചിട്ട് ഇവിടുന്ന് സാധന തുടങ്ങിക്കഴിഞ്ഞാൽ ഈശ്വരാനുഗ്രഹമാണ് ഇവിടെ കൊണ്ടെത്തിക്കുന്നതെങ്കിൽ പിന്നെ ഈശ്വരനാണ്, പിന്നെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന മുഴുവൻ വഴിതെളിക്കുന്നത് ഈശ്വരനാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ബോധത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് സുഖമായിട്ട് പോകാം മുന്നോട്ട്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നത് ഇപ്രകാരം എത്തിക്കഴിഞ്ഞാല് പരമം പുരുഷം ദിവ്യം യാതി. അതായത് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പുരുഷനിൽ പോയേ നിൽക്കത്തുള്ളൂ. അത് പരമമായിട്ടുള്ള ഈ പുരുഷനിൽ പോയേ നിൽക്കത്തുള്ളൂ. അവിടെ പിന്നെ നമ്മൾ ഒന്നും ചെയ്യണ്ട, നമ്മളായിട്ട് പോവണ്ട. ഇത് നമുക്ക് ഈ സിസ്റ്റം നമ്മളെ എടുത്തുകൊണ്ടിരിക്കും, കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഏതാണ് ഈ സിസ്റ്റം? ഇതാണ് അനുചിന്തയൻ എന്ന് പറയുന്നത്. ഇതാണ് ഈ സിസ്റ്റം. എന്ന് പറഞ്ഞാൽ എന്താ? ഈ അനുചിന്തയൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അനുചിന്തയൻ. ശാസ്ത്രം, അതായത് ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം ആർക്കും ബോധം നൽകത്തില്ല. ശാസ്ത്രം പഠിച്ച ബുദ്ധി മാത്രമാണ് ഒരുവന് ബോധം നൽകുന്നത്. അപ്പൊ ശാസ്ത്രം പഠിച്ച ബുദ്ധി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് നമുക്ക് ഈ അത് നമ്മുടെ നായകനായിട്ട് നയിക്കുന്നതായിട്ട് മാറുന്നു. അതാണ് ഈ ശാസ്ത്രം അനുചിന്തയൻ. അതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ശാസ്ത്ര ആചാര്യ ഉപദേശം അനുധ്യായൻ എന്ന് ശങ്കരഭാഷ്യത്തിൽ കൊടുത്തു. ഇപ്പൊ ശാസ്ത്ര ഗുരു. ശാസ്ത്രമായിട്ടിരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ല, നമുക്ക് അവിടെ ഗുരുവിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ ഈ സ്ഥാനത്താണ് ഗുരു നിൽക്കുന്നത്. അപ്പൊ ഗുരുവിനെ നമ്മളൊരു വ്യക്തി എന്നുള്ള സ്ഥാനത്തേക്ക് നിൽക്കരുത്. പകരം എന്ന് പറയുന്നത് ചിത്തത്തിലെ ജ്ഞാനം പ്രകാശിപ്പിക്കുന്ന സ്ഥാനത്ത് വേണം നമ്മൾ ഈ ഗുരുവിനെ കാണാൻ. അപ്പം പുറത്തല്ല ഗുരുവിന്റെ സ്ഥാനം നിൽക്കുന്നത്, ചിത്തത്തിലാണ്. അപ്പൊ ചിത്തത്തിനെ അജ്ഞാനത്തിൽ നിന്നും മാറ്റി ജ്ഞാനവൃത്തി ജനിപ്പിക്കുന്ന സ്ഥാനത്താണ് നമ്മൾ ഗുരുവിനെ കാണുന്നത്. അപ്പൊ അവിടെ ഈശ്വരൻ മാത്രമാണ് ഗുരു എന്നുള്ളത് നമ്മൾ കാണണം. കാരണം ഈശ്വരനാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത്. അപ്പം ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണാമൂർത്തിയായി നിൽക്കുന്നത് ചിത്തത്തിലാണ്. പിന്നീട് എന്താ? അവിടെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ജ്ഞാനം ദക്ഷിണാമൂർത്തി ഉണ്ടെങ്കിൽ ജ്ഞാനം പ്രകാശിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ജ്ഞാനം പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ ജ്ഞാനമല്ലാണ്ട് പിന്നെ വേറെ അജ്ഞാനത്തിൽ നിൽക്കാൻ സാധ്യവുമല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കപ്പം ദക്ഷിണാമൂർത്തിയെ ചിത്തത്തിൽ പ്രതിഷ്ഠിച്ചാൽ മാത്രം മതി. അപ്പൊ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് മാറും സംഗതികൾ. പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥ അനുചിന്തയൻ. അപ്പൊ ഈ അനുചിന്തയന്റെ ശങ്കരഭാഷ ഇങ്ങനെയാണ്: ശാസ്ത്രാചാര്യ ഉപദേശം അനുധ്യായൻ. അനുചിന്തയൻ എന്നല്ലേ വാക്ക് കൊടുത്തത്. അപ്പൊ ചിന്തയൻ എന്നുള്ളതിന്റെ സ്ഥാനത്ത് ധ്യായൻ എന്നാക്കി. അപ്പൊ അനുചിന്തയൻ സമം അനുധ്യായൻ. അപ്പം ചിന്തിക്കുക എന്ന് പറയുന്നതും ധ്യാനിക്കുക എന്ന് പറയുന്നത് ഇവിടെ ഒന്നായിട്ടെടുത്തു. അപ്പൊ നമ്മൾ ഇത് സാധാരണ അർത്ഥങ്ങളൊന്നും ഇവിടോട്ട് കൊണ്ടുവരുത്. അല്ലെങ്കിൽ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്കിവിടെ തന്നെ നമുക്കൊരു അറിവുണ്ട്, ചിന്തിക്കുക. ആ അറിവല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ധ്യായൻ, അനുധ്യായൻ. അപ്പൊ എങ്ങനെയാണ് അതിനിപ്പോ ആ ഭഗവാൻ അപ്പൊ എങ്ങനെ? അപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് ഈ ചിത്തവൃത്തിയിൽ നമുക്ക് ഈ വിഷയത്തിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം അറിവാണ് ഈ വിഷയത്തിനെ ആസ്പദമാക്കി വരുന്നത്. എത്ര ചെറിയൊരു വിഷയമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജ്ഞാനം ആ വിഷയത്തിലേക്ക് ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ വിഷയത്തിന്റെ മഹിമ വർദ്ധിപ്പിച്ചിട്ടാണ് വിഷയത്തിനെ നമ്മൾ കൊണ്ടു നടക്കുന്നതും അതിന് വില കൊടുക്കുന്നതും അത് വാങ്ങുന്നതും. ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഈ ലോഡഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇത്രത്തോളം അറിവിനാൽ നമ്മൾ ഈ വിഷയത്തെ അങ്ങ് മൂടും. അപ്പൊ ഇതേമാതിരി ഇവിടെ നമുക്ക് ഈശ്വരൻ എന്ന് പറയുന്നത് ഇതേമാതിരി ജ്ഞാനം കൊണ്ട് ഈശ്വരനെ പ്രകാശിപ്പിക്കണം.
ഈശ്വരൻ സ്വപ്രകാശനാണ്, സ്വപ്രകാശ സ്വരൂപമാണ്. ഈശ്വരന് ആരുടെയും പൂജ വേണ്ട, ഈശ്വരനെ ജ്ഞാനം കൊണ്ട് ആർക്കും പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല എന്നൊക്കെ നമ്മൾ വ്യവഹാരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു അല്ലാതെ ഈശ്വരനെ ജ്ഞാനം കൊണ്ട് പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നമുക്ക് പ്രകാശിക്കപ്പെട്ടവനായിട്ട് മാറണം എന്നാണ് അർത്ഥം. അപ്പൊ ഈശ്വരൻ നമുക്ക് പ്രകാശിക്കപ്പെട്ടവനായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കണം. അപ്പൊ ഈശ്വരനെ കുറിച്ച് അറിവ് ലഭിക്കുന്നത് എങ്ങനെയാ? ഈശ്വരന്റെ സ്വരൂപ ഗ്രഹണം നമുക്ക് സാധ്യമാവണം. അപ്പൊ സ്വരൂപഗ്രഹണം നടക്കണമെന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞല്ലോ അനുചിന്തയൻ അനുധ്യായൻ. അപ്പൊ ആ അനുധ്യാനം എങ്ങനെയാണെന്നുള്ളതാണ് ഇനി വരുന്ന ശ്ലോകം. അപ്പൊ അത് പറഞ്ഞ് ഇപ്രകാരം ചിന്തിക്കണം ഈശ്വരനെ കുറിച്ച്. എങ്ങനെയാണ്? കവിം പുരാണം അനുശാസിതാരം അണോരണീയാംസം അനുസ്മരേദ്യഃ സർവസ്യ ധാതാരം അചിന്യരൂപം ആദിത്യവർണം തമസഃ പരസ്താത്. കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കവിത്വമുള്ളവൻ, കവി, ക്രാന്തദർശി എന്ന് ഭാഷ്യത്തില് ഈ കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ ആൾക്കാർ കാണുന്നതിലും അധികം കാണുന്നവനാണ് കവി. അതാണ് ക്രാന്തദർശി എന്ന് പറയുന്നത്. അപ്പം കവി ഉത്കൃഷ്ടമായ ദർശനത്തോടു കൂടിയിട്ട് ശോഭനമായ ദർശനത്തോടു കൂടിയവൻ. അപ്പൊ ശോഭനമായ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു കവിയുടെ വർണ്ണന, അതാണ് വർണ്ണിക്കാൻ സാമർഥ്യമുള്ളവനാണ് കവി. നമ്മൾ സാധാരണ കാണുന്നത് വെറും ഒരു വ്യക്തി നടന്നു പോകുന്നു. ആ വ്യക്തിയെ ഒന്ന് വർണ്ണിക്കാൻ പറഞ്ഞാൽ നമ്മളെന്താ പറയുന്നത്? അവൻ കയ്യും വീശി നടന്നു പോകുന്നു എന്ന് പറയുന്നു. പക്ഷെ അതൊരു കവിയുടെ വാക്കുകളായിട്ട് വന്നാൽ വേണമെങ്കിൽ ഒരു കാവ്യം ഉണ്ടായി എന്ന് വരും. ഒരു കാവ്യം ഉണ്ടായി എന്ന് വരിക എന്നല്ല, വേണം ഒരു കാവ്യം ഉണ്ടാക്കും. അതാണ് എന്തുമാത്രം കാര്യം വർണ്ണിക്കാൻ പോകുന്നു. അങ്ങനെ വർണ്ണിക്കാൻ തക്ക സാമർഥ്യമുള്ളവനെയാണ് കവി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ ഇവിടെ എവിടെയാണ് കവിത്വം കാണിച്ചത്? കവിത്വം എന്ന് പറഞ്ഞാൽ രചനയാണ്, രചനാ സാമർഥ്യം. അപ്പൊ ജഗത്ത് എന്ന് പറയുന്ന ഒരു കാവ്യമാണ്. ആ കാവ്യത്തെ രചിച്ചവനാണ് ഭഗവാൻ. അപ്പൊ ഒരു കാവ്യത്തിൽ എന്തായിരിക്കണം? കാവ്യത്തിൽ രസസമൃദ്ധമായിരിക്കണം കാവ്യം. അപ്പൊ ഈ കാവ്യം രസമില്ലെങ്കിൽ കാവ്യമില്ലല്ലോ. അപ്പൊ അതിനകത്ത് നമ്മൾ മുമ്പൊരിക്കൽ പറയുകയുണ്ടായി, രസം എന്ന് പറയുന്നത് കേവലം ഈ ശൃംഗാരം എന്ന് പറയുന്നത് മാത്രമല്ല രസം. രസങ്ങളിൽ ശൃംഗാരമാണ് വലിയ രസമായിട്ട് പറയുന്നതെന്നുണ്ടെങ്കിലും ശൃംഗാരം മാത്രമല്ല രസം. ബീഭത്സം രസമാണ്, ജുഗുപ്സ അത് വെറുപ്പ്, ഇങ്ങനെ ഇവയെല്ലാം തന്നെ രസമാണ്. രൗദ്രം രസമാണ്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപഹസിക്കുക രസമാണ്. അപ്പൊ രസം എന്ന് പറയുമ്പോൾ ഒരു നടനെ സംബന്ധിച്ചിടത്തോളവും ഇവയിൽ ഏത് രസം കാണിക്കുന്നതിനകത്തും ഉള്ള സാമർഥ്യമാണ് ഒരു രസാസ്വാദകൻ ഇഷ്ടം എന്നുള്ളത്. അതുപോലെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാന് ഏറ്റവും കുറച്ച് വസ്തുക്കളെ വെച്ചുകൊണ്ട്, അതായത് ത്രിഗുണങ്ങൾ എന്ന് പറയുന്ന സത്വരജസ് തമസ്സുകൾ എന്ന് പറയുന്ന ഇതിനെ വെച്ചുകൊണ്ട് എന്തൊരു ചമത്കാരമാണ് ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. എത്ര വൈവിധ്യങ്ങളാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതിനുള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവജാലങ്ങളുടെ വൈവിധ്യമാവട്ടെ, വിഷയലോകത്തിന്റെ വൈവിധ്യമാവട്ടെ, ലോകങ്ങളുടെ വൈവിധ്യമാവട്ടെ, ഒരു ലോകത്തിൽ തന്നെയുള്ള വിഷയങ്ങളുടെ വൈവിധ്യമാവട്ടെ, ഒരു വിഷയത്തിൽ തന്നെയുള്ള വൈവിധ്യമാവട്ടെ. ഇപ്പോൾ എന്താ ഒരു വിഷയത്തിലുള്ള വൈവിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചില ഹോട്ടലുകളിൽ കാണാം 38 അല്ലെങ്കിൽ 40 തരം ദോശ. ഇതാണ് ദോശ എന്ന് പറയുന്നത്. നമുക്കൊരു സിമ്പിൾ സാധനമാണെന്നുണ്ടെങ്കിൽ അതിന് 40 തരത്തിൽ ദോശ ഉണ്ടാക്കുന്നത് പോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു വൈവിധ്യമാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് അവിടുത്തെ കവി എന്ന് പറയുന്നത്. രചനാ സാമർഥ്യം. ഈ പ്രപഞ്ച വിസ്താരം, വിസ്തരിക്കപ്പെട്ട പ്രപഞ്ചത്തിന് ആർക്കും ഒരിക്കലും ഇത്രേ ഉള്ളൂ എന്നും പറയാൻ പറ്റാത്ത വണ്ണം. പിന്നെ ഇതിനുള്ളിൽ കാണുന്ന ജീവജാലങ്ങളുടെ നാടകം. അതുകൊണ്ടാണ് ഈ രചന എന്ന് പറഞ്ഞാൽ അതൊരു ഇതിനുള്ളിൽ ഈ നാടകശാലയായിട്ടും അതിനുള്ളിലെ നാടക അഭിനേതാക്കളും കൂടി ആയിട്ട് ഭഗവാൻ രചിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കാണാനുള്ള ലോകത്തെ രചിച്ചു എന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ നടനം ചെയ്യുന്നവരെ കൂടി രചിച്ചു. എന്നിട്ട് ഇവർക്ക് മുഴുവന് ഈ രചനാ സംവിധാനം, പിന്നെന്താ ഇതുണ്ടല്ലോ, എന്താണ് രചന, രചനയും സംവിധാനവും, പിന്നെ അതിന്റെ കൂട്ടത്തിൽ പാട്ടുണ്ടെങ്കിൽ പാട്ട്, ഇങ്ങനെ സകല സാധനങ്ങൾ
ഇത് തന്നെയാണ്. നിർമ്മാണവും ഭഗവാന്റെ തന്നെയാണ്, എല്ലാം കൂടെ ചേർന്ന്. അപ്പം നമ്മൾ ഇവിടെ ഓരോരുത്തരും ഭഗവാന് ഈ സ്കിറ്റിനകത്തുള്ള നമുക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണോ അത് ആടിത്തീർക്കാൻ വേണ്ടി വരിക എന്നുള്ളത്. ഇവിടെ രംഗം തിരശ്ശീല ഉയർത്തുന്നതും ഭഗവാനാണ്, തിരശ്ശീല താഴ്ത്തുന്നതും ഭഗവാനാണ്. അപ്പം തിരശ്ശീല ഉയർത്താൻ വേണ്ടിയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടാവും, പക്ഷേ ആ നിർത്തുന്നവനെ നിർത്തിയത് ഭഗവാനാണ്. ആ രംഗത്തിലേക്ക് കടന്നു വന്ന ഒരുവനുണ്ടാവും, ആ രംഗത്തിലേക്ക് കടന്നു വന്ന ആ ഒരുവനെ വരുത്തിയതും ഭഗവാനാണ്, അവനെ പിന്നീട് തിരിച്ചു കൊണ്ടുപോകുന്നതും ഭഗവാനാണ്. എന്ന് പറഞ്ഞാൽ ആരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രചയിതാവാണല്ലോ നാടകം എഴുതിയത്. ആ രചയിതാവാണ് ഈ ഒരുവനെ ആ രംഗത്തിലേക്ക് ആ സമയത്ത് കൊണ്ടുവന്നത്. ആ ഡയലോഗോ അല്ലെന്നുണ്ടെങ്കിൽ ആ ആക്ഷനോ അവനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്തത്. എന്നിട്ട് അവനെ തിരിച്ച് പിന്നണിയിലേക്ക് പറഞ്ഞയക്കുന്നതും ഈ രചയിതാവാ. നോക്കുമ്പോൾ ദൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ രചയിതാവിനെ അവിടെ എങ്ങും കാണുന്നില്ല. രചയിതാവ് അജ്ഞാത സ്ഥാനത്ത്, രചയിതാവ് ഒരു പേരിൽ മാത്രം. അല്ലാതെ ഒരു നാടകത്തിൻ്റെയും നമ്മൾ മുന്നിൽ പോയിന്നുകൊണ്ട് ഞാനാണ് ഇത് രചിച്ചതെന്ന് പറഞ്ഞിട്ട് ഓരോ രംഗത്തിൻ്റെയും മുന്നിലും ഒന്നും നമ്മൾ ഈ രചയിതാവിനെ ആരും നോക്കത്തുമില്ല, കാണത്തുമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സർവത്തിൻ്റെയും പിന്നിൽ ഭഗവാനാണ്. അങ്ങനെ സർവത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നതും ഭഗവാനാണ്. അപ്പം ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ആ ഭഗവാന് കവി എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് ആ വാക്ക് അന്വർത്ഥമായി തീർന്നത്. അപ്പം കവി പുരാണം. അപ്പം ഈ പുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിലും അപ്പുറത്താണ് ഈ ലോകരചനയുണ്ടായത്. അതാണ് ഈ പുരാണം. അപ്പോൾ എപ്പോൾ ലോകം രചിച്ചു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, നമുക്ക് ഒരു തരത്തിലും അനുമാനിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനു മുമ്പേ ഉള്ളവനാകിയാലാണ് പുരാണം. അതാണ് പുരാണം എന്ന് പറഞ്ഞാൽ നിരന്തരം നിലനിൽക്കുന്നത്. ചിരന്തനം എന്ന ഭാഷ്യത്തിൽ അർത്ഥം കൊടുത്തിരിക്കുന്നു. ചിരന്തനം എല്ലാ കാലത്തും ഉള്ളത്. ഇനിയും ഭാവിയിൽ വരാൻ പോകുന്ന നാടകത്തിൻ്റെയും രചയിതാവ് ഭഗവാൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ലൗകിക ദൃഷ്ടി നോക്കിക്കഴിഞ്ഞാൽ രചയിതാവ് ഒരിക്കൽ രചന സൃഷ്ടിച്ച ശേഷം അദ്ദേഹം ഈ ലോകം വിട്ടുപോകുന്നു. പക്ഷെ ഇവിടുത്തെ രചയിതാവ് എന്ന് പറയുന്നത് അങ്ങനെ വിട്ടുപോകുന്നില്ല. എന്താ, രചയിതാവ് മാത്രമല്ല അനുശാസിതാരം, അതാണ് അടുത്ത വാക്ക് കിടക്കുന്നത്. അപ്പൊ അനുശാസിതാരം എന്ന് പറഞ്ഞാൽ ഡയറക്ടറും കൂടെയാണെന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു രംഗത്തിൽ എന്തു വേണമെന്ന് അവിടെ ഇരുന്നു കൊണ്ട് തീരുമാനിക്കുന്നു. അപ്പോൾ തീരുമാനിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് അനുശാസിത, ശാസിക്കുന്നവൻ. ശാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കലാണ് ശാസിക്കൽ. അല്ലാതെ എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും ചെയ്ത ശേഷം പിന്നാലെ വന്നിട്ട് വഴക്ക് പറയലല്ല ശാസിത എന്നുള്ള വാക്കിന്റെ അർത്ഥം. ശാസിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവനെ നയിച്ചുകൊണ്ടേയിരിക്കുന്നവൻ. അതാണ് അനുശാസിതാരം എന്ന് പറഞ്ഞാൽ എപ്പോഴും അവനെ നയിച്ചുകൊണ്ടിരിക്കുന്നവൻ. അപ്പൊ സർവസ്യ ജഗതഃ പ്രശാസിതാരം, അത് അതിന്റെ അർത്ഥം ഒന്ന് തന്നെയുള്ളൂ. അതായത് യാതൊരുവന്റെ ആജ്ഞയാലാണോ സർവ്വതും സർക്കലരും പ്രവർത്തിക്കുന്നത് അവനെയാണ് അനുശാസിത എന്ന്, ഭരിക്കുന്നവൻ അർത്ഥം. അനുശാസിതാരം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ. അപ്പൊ ഭഗവാനാണ് തീരുമാനിക്കുന്നത് ആരെന്ത് ചെയ്യണം എന്നുള്ളത്. അതാണ് അനുശാസിതാരം. അപ്പൊ ഇപ്രകാരം നമ്മള് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വേണം യുദ്ധേച്ഛ. ഇതാണ് ഈ സംബന്ധം കാണേണ്ടത്. അല്ലാതെ ഇത് നമ്മൾ വിട്ടുപോകരുത്. കഴിഞ്ഞ ശ്ലോകത്തിലെ യുദ്ധേച്ഛ മാമനുസ്മര എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ. ആ മാമനുസ്മര എന്നതിനകത്തെ മാം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഭഗവാൻ ഇവിടെ ഇപ്പോൾ പറയുന്നത്. കവിം പുരാണം അനുശാസിതാരം, പിന്നെയോ അനുശാസിതാരം അണോരണീയാംസം അനുസ്മരേദ്യ. അടുത്തത് അണോരണീയാംസം. അപ്പൊ സൂക്ഷ്മാദപി, അതാണ് അണു എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം. ഇത്ര അർത്ഥം എടുക്കാനുള്ളൂ. ഇതാണ് ശങ്കരഭാഷ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. അണോഹോ സൂക്ഷ്മാദ് അപി. അണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത്. അണോഹോ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത്തെക്കാളും. അണോഹോ അണുതരം, അതിനെയാണ് അണീയാംസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൂക്ഷ്മതരം, സൂക്ഷ്മത്തെക്കാളും സൂക്ഷ്മമായത്. സൂക്ഷ്മം നമുക്ക് സങ്കല്പിച്ചോ, അപ്പൊ അതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ളത് ആണ് സൂക്ഷ്മതരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതാണ് സൂക്ഷ്മം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനെ നമ്മളൊരു സൂക്ഷ്മത്തെ കണ്ടെത്താൻ ശ്രമിക്കേണ്ട. സൂക്ഷ്മം എന്ന് പറയുമ്പോൾ തന്നെ അവ്യക്ത സ്ഥാനത്തിലേക്ക് വന്നു. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ സൂക്ഷ്മം, പിന്നെ അതിനേക്കാളും സൂക്ഷ്മതരം. ഇതൊരു പ്രയോഗമാണ്. അപ്പൊ എവിടെ നമ്മൾ കണ്ടെത്താൻ സാധിക്കുന്ന ഏറ്റവും സൂക്ഷ്മം എന്ന് പറയുന്നത് എവിടെയാണോ അവിടെ
പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ സൂചിക്കുള്ളിലെ ആകാശത്തെ സൂക്ഷ്മം എന്ന് പറഞ്ഞു, അതിലും ചെറുതെന്ന് പറയാൻ. അപ്പോൾ ഏതേത് കാലഘട്ടത്തിൽ നമ്മൾ സൂക്ഷ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൽ പോയി മനസ്സ് നിൽക്കുന്നുവോ അതിന് അപ്പുറത്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂക്ഷ്മതരം പ്രയോഗം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് മീനിങ് ആണ്. ഏത് കാലത്തിൽ ഇന്നൊരാൾ പറയുകയാണ് പോസിട്രോൺ ആണ് സൂക്ഷ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് പൊക്കോളാൻ പറയും. ഇനി അതല്ല ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ. പിന്നെ എന്താ പറഞ്ഞാൽ പിന്നെ ഈ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും എന്ന് പറഞ്ഞ് 3 അല്ല, അതിനകത്ത് അവർ ഇഷ്ടംപോലെ സാധനങ്ങൾ വേറെ ആഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ. അപ്പൊ അതിനകത്തുള്ളിൽ ഏതെന്ന് അതിനെയാണ് അതിലേറ്റവും ചെറുതാണ്, അതിലൊന്നാണ് ചെറുത്, ഏറ്റവും ചെറുത് അവരെ കണ്ടെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ അണോരണീയാൻ. അപ്പോഴും വീണ്ടും നമുക്ക് പറയാം അതിലും സൂക്ഷ്മം. എന്ത് നമ്മൾ സൂക്ഷ്മം എന്ന് പറയുന്നുവോ അതല്ലിത്, ഇത്രയേ ഉള്ളൂ, അതിനപ്പുറത്താണ്. ഇപ്പൊ സൂക്ഷ്മം അണോരണീയാംസം. അപ്പൊ ഇതിനാണ് സൂക്ഷ്മതരം എന്ന് പറയുന്നത്. അനുസ്മരേത്, അതിനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും സൂക്ഷ്മത്തിനെ കുറിച്ച് നമുക്ക് പല ഈ ശാസ്ത്രങ്ങളിലൊക്കെ പല പല നിർവചനങ്ങൾ കാണാം. അപ്പോൾ ഒന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മറ്റേ ഇതിനുണ്ടല്ലോ ഈ തത്വമസി ശ്വേതകേതു എന്നുള്ള ഉപദേശത്തിന്റെ ഭാഗത്ത് ഛാന്തോഗ്യ ഉപനിഷത്തിനകത്ത് ഒരു ആൽവിത്ത് എടുത്തുകൊണ്ട് വരാൻ പറയും. ശ്വേതകേതുവിനോട് പിതാവ് ഒരു ആൽവിത്ത് എടുത്തുകൊണ്ട് വരാൻ പറയും. ഉടനെ പിതാവിന്റെ അടുത്ത് ഒരു ആൽവിത്ത് എടുത്തുകൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ ചോദിക്കും, ഇതിനകത്ത് നീ ഇപ്പം എന്ത് കാണുന്നു? ഞാൻ ഈ വിത്തിനെ കാണുന്നു, അത് 2 മുറിക്കുക എന്ന് പറയുന്നു. അതിനെ 2 മുറിച്ചു. ഇപ്പം നീ എന്ത് കാണുന്നു? ഇപ്പം ഞാനൊന്നും കാണുന്നില്ല. നീ ഒന്നും കാണാത്ത ആ ഈ അകത്ത് നിന്ന് അതായത് ആൽവിത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതായിട്ടുള്ളതാണ്, കാണുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആ വിത്തിൽ നിന്നാണ് ഈ കാണപ്പെടുന്ന മഹാവൃക്ഷം ഉണ്ടായത്. അതേപോലെയാണ് സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായിട്ടുള്ള ഇതിൽ നിന്നാണ്, ഈ കാരണത്തിൽ നിന്നാണ്, ഈ അവ്യക്തത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന രീതിയിൽ അവിടെ ഈ ശ്വേതകേതുവിന് ഉപദേശിക്കുന്നത് നമുക്ക് കാണാം. തത്വമസി ശ്വേതകേതു എന്ന് 9 പ്രാവശ്യം ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ സൂക്ഷ്മാത്. അപ്പൊ ഈ ഭഗവാൻ ഇവിടെ സൂക്ഷ്മാദവി സൂക്ഷ്മം, അതാണ് അണീയാംസം എന്ന് പറയുന്നത്. അണോരണീയാംസം അനുസ്മരേത്, അതാണ് അനുചിന്തയേത് എന്ന് പറഞ്ഞത്. അപ്പൊ ആ അനുസ്മരേത് എന്ന് പറയുന്നതും അനുചിന്തയൻ എന്ന് പറഞ്ഞ ആ ശ്ലോകവുമായിട്ട് നമ്മൾ കാണണം. അതായത് ഇവിടെ മുമ്പ് പറഞ്ഞ ശ്ലോകത്തിൽ അനുചിന്തയൻ എന്ന് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ അനുസ്മരേത്. ചിന്തയൻ സമം സ്മരേത്, അനുസ്മരേത്. യാതൊരുവനാണോ, അനുസ്മരേദ്യ എന്ന് കണ്ടല്ല, അവിടെ അനുസ്മരേത് യാതൊരുവനാണോ സർവസ്യ ധാതാരം അചിന്ത്യരൂപം. സർവസ്യ ധാതാരം, അപ്പൊ സർവസ്യ എല്ലാത്തിന്റെയും, ധാതാരം ധരിക്കുന്നവൻ. ഇപ്പൊ എല്ലാത്തിന്റെയും ധാതാവായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാത്തിന്റെയും ധാതാവ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്? എല്ലാം ഉണ്ടായത് ഇവനിൽ നിന്നാണ്, എല്ലാം വിലയം പ്രാപിക്കുന്നത് ഇവനിലാണ്. അപ്പൊ എല്ലാം വിലയം പ്രാപിക്കുമ്പോൾ ഇവിടെ നമ്മൾ നോക്കണം, എല്ലാം ഉണ്ടാവുന്നത് എന്തിൽ നിന്നാണ്? ഇവനിൽ നിന്നാണ്. എല്ലാം വിലയം പ്രാപിക്കുന്നത് എവിടേക്കാണ്? ഇവനിലേക്കാണ് ആണ്. ഓക്കെ, ആർക്കു വേണ്ടി? ജീവാത്മാവിന്റെ ഭോഗത്തിന് വേണ്ടി, അല്ലാതെ ഈശ്വരന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് അല്ല, പകരം ജീവാത്മാവിന്റെ ഭോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ജീവാത്മാവിന്റെ ഭോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഭോക്താവിന്റെ, ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഭോക്താവിന് വേണ്ടിയിട്ടാണ് എല്ലാം ഉണ്ടായത്. ഭോക്താവിന്റെ ആ ഭോഗയോഗ്യത കഴിയുമ്പോഴാണ് എല്ലാം തിരിച്ച് ഇവനിൽ ലയിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഭോക്താവിന് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം ഈശ്വരൻ സ്വേച്ഛയാ സൃഷ്ടിച്ചുവോ? അപ്പൊ അവിടെ പറയുന്നത് ഈശ്വരൻ സ്വേച്ഛയാ സൃഷ്ടിച്ചു എന്നല്ല പറയുന്നത്, പകരം ഭോക്താവിന്റെ കർമ്മഫലങ്ങളുടെ സമാഹാരമാണ് ഈശ്വരനില് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഭോക്താവെന്നല്ല, നമ്മൾ കാണപ്പെടുന്ന ജീവജാലങ്ങൾ എല്ലാം അതല്ല. അപ്പൊ അവരുടെ കർമ്മഫലങ്ങൾ അവർക്ക് ഭാവിയിൽ അനുഭവിക്കാൻ വേണ്ടത് മുഴുവനും അവർക്ക് പിറ്റേ ദിവസം കിട്ടേണ്ടത് മുഴുവൻ ഇന്ന് അവ്യക്തമാണ്, നാളെ അത് വ്യക്തമാവണം. അപ്പോൾ ഈ അവ്യക്തത്തിൽ നിന്ന് വ്യക്തത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഈ അവ്യക്തമായിട്ട് നിൽക്കുന്നത് ഭഗവാനിലാണ്, അവിടുന്ന് വ്യക്തത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈ സർവത്തിന്റെ ഈ ഭാവിയിൽ വേണ്ടുന്ന ജീവജാലങ്ങളുടെ മുഴുവൻ സർവഭോഗങ്ങളെയും ധരിച്ചുകൊണ്ട് നിൽക്കുന്നവൻ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തായി നമുക്ക് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ആ കർമ്മയോഗത്തിന്റെ അനലൈസ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ കാണുകയുണ്ടായി. അതായത് ഒരിക്കൽ ഒരുവൻ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മം അത് അവസാനിച്ചു. പിന്നെന്താ? കർമ്മഫലം വിട്ട് തുടങ്ങിയിട്ടുമില്ല. അതിപ്പോൾ എവിടെ പോയി നിൽക്കുന്നു? മറ്റൊരിടത്തല്ല, അത് ഈശ്വരനെ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഒരിക്കൽ കർമ്മം തീർന്നു കഴിയുമ്പോൾ അത് ഈശ്വരനിലേക്ക് കർമ്മഫല രൂപത്തിൽ ഈശ്വരനിലാണ് നിൽക്കുന്നത്. പിന്നീട് ഇവൻ അനുഭവിക്കുന്ന ഘട്ടമാകുമ്പോൾ അവിടെ അതുകൊണ്ട് ധാത എന്ന് പറയുന്നത് ധാതാരം, സർവസ്യ ധാതാരം. സർവ്വതും എന്ന് പറയുന്നത് അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരുവന്റെ ഭോഗ്യലോകമാണ് എങ്കിൽ ആ ഭോഗ്യലോകം ഇവിടെ അവന് ഭോഗ്യമാവുന്നതിന് മുമ്പ് അവന്റെ ആ ഭോഗ്യലോകം ഭഗവാനിൽ അവന് വേണ്ടിയിട്ട് സൂക്ഷ്മരൂപത്തിലെ അവ്യക്ത രൂപത്തിൽ ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഭഗവാനിൽ സ്ഥിതി ചെയ്തിരുന്ന അവന്റെ ഭോഗ്യമാണ് പിന്നീട് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ഇവന് യോഗ്യതയുണ്ടായിരിക്കുന്ന സമയത്ത് അവന് ഭോഗ്യ വിഷയമായിട്ട് കിട്ടുന്നത്. അങ്ങനെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഭോഗം എന്ന് പറഞ്ഞാൽ സകല ജീവജാലങ്ങളുടെയും കർമ്മഫലങ്ങള് സമാഹരിക്കപ്പെട്ടിരിക്കുന്നത് ഭോഗ സ്ഥാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവയെല്ലാം കർമ്മം ചെയ്ത് അവസാനിച്ചു. പിന്നീട് ഈ ഫലഭോഗങ്ങൾ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ സഞ്ചിതം എന്ന വാക്ക് ഇവിടെ നമുക്ക് കൊണ്ടുവരാം. ഈ സഞ്ചിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചയിച്ചു വെച്ചിരിക്കുന്നത്, കൂട്ടിവെച്ചിരിക്കുന്നത്. അപ്പൊ സകല ജീവജാലങ്ങളുടെയും സഞ്ചിത കർമ്മത്തിന്റെ സമാഹാരം. അപ്പൊ ഈ കർമ്മസമാഹാരം, കർമ്മം ചെയ്തത് ജീവജാലങ്ങളാണ്. അപ്പൊ അവയുടെ മുഴുവനും ഫലമാണ് ഇവിടെ സമാഹരിക്കപ്പെട്ടിരിക്കുന്നത്. കർമ്മം ഇവിടെ ജീവജാലങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമേ കർമാധികാരമുള്ളൂ. അതുകൊണ്ട് കർമാധികാരമുള്ള മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മഫല സമാഹാരം. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് സമമായിട്ട് കർത്തൃത്വം ഉള്ളവനോ എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ ഭൂമിയിൽ തന്നെ വസിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ മനുഷ്യൻ വസിക്കുന്നുവോ അത് ഭൂമിയാകുന്നു. അത്രയും നമ്മൾ എടുത്താൽ മതി. ഇതൊക്കെയാണ് നമുക്ക് ലിബറൽ ആവാം ഇക്കാര്യത്തിൽ. എവിടെ മനുഷ്യൻ വസിക്കുന്നുവോ അത് ഭൂമിയാവാം. എവിടെ ആർക്ക് കർമാധികാരമുണ്ടോ അവൻ മനുഷ്യനുമാവുന്നു. അപ്പൊ 4 തലയുള്ള മനുഷ്യനും ആവാം, അല്ലെങ്കിൽ 8 കൈയുള്ള മനുഷ്യനും ആവാം. കർത്താവാണെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒരു അന്യഗ്രഹത്തിലാണ് വസിക്കുന്നെങ്കിൽ അത് അവിടെ സംബന്ധിച്ചിടത്തോളം ഭൂമിയാവും. ഇത്രയേ ഉള്ളൂ നമുക്ക്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ അങ്ങനെയുള്ള കർത്താക്കളുടെ കർമ്മഫലങ്ങള് സഞ്ചിതമായിട്ട് നിൽക്കുന്നത് ഭഗവാനിലാണ്. അങ്ങനെ അവയെല്ലാം ധരിച്ചുകൊണ്ടിരിക്കുന്നവനെയാണ് പറയുന്നത് കർമ്മഫല ധാരയിത എന്ന് പറയും. അപ്പൊ സർവത്തിന്റെയും ധാരയിത എന്ന് പറയുമ്പോൾ ഇതാവുന്നു അർത്ഥം. അപ്പൊ ഇവിടെ നമുക്കപ്പോ എന്താ എടുക്കേണ്ടത്? അപ്പൊ അങ്ങനെ അതാണല്ലോ ഭാവിയില് ലോകമായിട്ട് തീരുന്നത്. അപ്പൊ ചില ചെറിയ കാര്യങ്ങളുണ്ട്. ആ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിട്ടു പോവാതിരുന്നാൽ നമുക്ക് വേദാന്തത്തിന്റെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് സുവ്യക്തമായിട്ട് തരും. ഇല്ലെങ്കിൽ വെറും അർത്ഥം പറഞ്ഞ് മാത്രം പോകുന്നതായിട്ട് മാറും. അങ്ങനെ നമ്മൾ വെറും അർത്ഥം പറഞ്ഞ് പോകുന്നതിനേക്കാൾ അർത്ഥമില്ല. പകരം എങ്ങനെയാണ് ഇത് ഈ സംബന്ധമുണ്ടായത് എന്ന് നമ്മൾ ഒരു എന്താ പറയുക അര മില്ലിമീറ്റർ കൂടുതലൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. വിചിത്രതയാ പ്രാണിഭ്യ വിഭക്താരം. എങ്ങനെ? കശ്ചിത് സർവസ്യ കർമ്മഫലജാതസ്യ ധാതാരം. അപ്പൊ സർവസ്യ കർമ്മഫലജാതസ്യ, കർമ്മഫലത്തിന് ജാതം എന്ന് പറഞ്ഞാൽ സമൂഹം, കർമ്മഫല സമൂഹസ്യ ധാതാരം. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശങ്കരഭാഷ്യത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത്? കർമ്മഫല സമൂഹസ്യ ധാത. സർവജീവജാലങ്ങളുടെയും കർമ്മഫലത്തിന് ധാതാവായിട്ട് നിൽക്കുന്നവൻ. ധാതാവാണ്, ധാതാവല്ല. രണ്ട് വാക്കാണ്. ദാത എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവൻ, ധാത എന്ന് പറഞ്ഞാൽ ധരിക്കുന്നവൻ. ഇവിടെ ഇപ്പോൾ ധരിക്കുന്നവനെ കുറിച്ചാണ് പറഞ്ഞത്. കർമ്മഫല ധാതാവാണ് ഭഗവാൻ ഫസ്റ്റ്, കർമ്മഫല ദാതാവാണ് ഭഗവാൻ സെക്കൻഡ്. ആദ്യം കർമ്മഫലത്തെ ധരിക്കുന്നവൻ ഭഗവാന്, രണ്ടാമത് കർമ്മഫലത്തെ കൊടുക്കുന്നവൻ ഭഗവാൻ. ഇപ്രകാരം ഭഗവാനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനെയാണ് പറയുന്നത് മാം അനുസ്മര യുധ്യച്ച എന്ന് പറയുന്നത്. അപ്പം വിചിത്രതയാ പ്രാണിഭ്യ വിഭക്താരം വിഭജ്യ. അപ്പൊ ഇങ്ങനെ സർവ്വജീവജാലങ്ങളുടെ ശരീരമായിട്ടും അവർക്ക് കിട്ടേണ്ടത് എങ്ങനെയാണ്?
അവർക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് അവര് ഈ ഭോക്താക്കളായിട്ട് അവർക്ക് ലോകത്തേക്ക് വരണം, ഭോഗ്യരൂപത്തിൽ അവർക്ക് ലോകവും വേണം. ഇങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ച് വേണം. അവർ ഭോക്താവുമാകണം, അവർക്ക് ഭോഗ്യവും വേണം. അപ്പൊ ഇങ്ങനെ രണ്ടുമായിട്ടും കൂടെ വരത്തക്ക തരത്തിലാണ് ഇതിന്റെ സെറ്റപ്പ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സർവരുടെയും കൂടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വലിയ സഞ്ചയികയാണല്ലോ, വലിയ എല്ലാത്തിന്റെയും കൂടെ ചേർന്ന ഭണ്ഡാരമാണല്ലോ. അപ്പൊ ഇതിനുള്ളിൽ കൺഫ്യൂഷൻ ആയി പോകുമോന്നോ? കൺഫ്യൂഷൻ ഒന്നും ആവത്തില്ല. കറക്റ്റാണ് ആ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ആർക്ക് എന്താണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അവർക്ക് അത് കൃത്യമായിട്ട് കിട്ടിയിരിക്കും. ഇതാണ് ഇതിന്റെ സംബന്ധം. അതായത് ഇതിനകത്തൊക്കെയാണ് നമ്മുടെ ഈ പോയിന്ററൊക്കെ ഉള്ളത് മാതിരി ഏതെങ്കിലും ഒന്നിന്റെ പേരിൽ ഒന്ന് പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന രീതിയിലാണ് ഇതിന്റെ സെറ്റപ്പ്. അത് കാരണം അതും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലവും നിശ്ചയിച്ചിട്ടുണ്ട്, സമയവും നിശ്ചയിച്ചിട്ടുണ്ട്, കിട്ടേണ്ട സാധനവും നിശ്ചയിച്ചിട്ടുണ്ട്, കിട്ടേണ്ട ഡിഗ്രിയും നിശ്ചയിച്ചിട്ടുണ്ട്, കിട്ടേണ്ട ഫലത്തിന്റെ ഡിഗ്രിയും നിശ്ചയിച്ചിട്ടുണ്ട്, ഫലം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ഡിഗ്രിയും വെച്ചിട്ടുണ്ട്. അത് കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് യോഗ്യരായിട്ടുള്ള ആൾക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്. കണ്ടു നിൽക്കുന്നവരുടെ മനസ്സിൽ ആദ്യ സമയത്തുണ്ടാവേണ്ട ദുഃഖത്തെയോ സുഖത്തെയാണെങ്കിൽ അതും നിശ്ചയിച്ചിട്ടുണ്ട്, അതിന്റെ ഡിഗ്രി നിശ്ചയിച്ചിട്ടുണ്ട്. എന്ന് വേണ്ട എത്ര കാര്യങ്ങളാണെന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ ഒരു പഴുതുപോലും ഒരിടത്തും വന്നിട്ടില്ല എന്ന്, ഒരു പഴുതുപോലും ഒരിടത്തും വന്നിട്ടില്ലാത്ത തരത്തിൽ. അപ്പൊ ഇതിനകത്ത് ചില ഭാഗത്ത് ലിബറലായിട്ട് ചില കാര്യങ്ങളുണ്ട്. ആ ലിബറലായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പഴുതു വന്നാലോ, ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ പഴുതു വന്നാലോ, പഴുതു വന്നു കഴിഞ്ഞാൽ ഭഗവാന് പഴുതു വന്നു എന്നല്ല, അങ്ങനെ ലിബറലായിട്ട് വെച്ചിരിക്കുന്നത് ചിലപ്പോൾ അതിദേവതകളായിരിക്കാം. അവിടെ അപ്രകാരം ഒരു തീരുമാനമെടുക്കാൻ അർഹരായിട്ടുള്ളത് അവിടുത്തെ ദേവതയാണെന്നുണ്ടെങ്കിൽ ആ ദേവതയിലേക്ക് ആ പിഴവ് പോകും. ഇങ്ങനെ പിഴവ് ഉണ്ടാവാമെന്നും ആ പിഴവുണ്ടെങ്കിൽ അതിന് ആ ദേവത ഫലം അനുഭവിക്കണമെന്നും കൂടെ നമ്മുടെ ഈ പുരാണങ്ങളിൽ പറഞ്ഞു വെച്ചു. അതാണ് നമുക്ക് ഈ ധർമ്മപുത്രരുടെ ആ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ അണിമാണ്ഡവ്യൻ എന്ന് പറയുന്ന മഹർഷി മാണ്ഡവ്യ മഹർഷിയാണല്ലോ. അപ്പൊ ഈ മാണ്ഡവ്യ മഹർഷി ഇരുന്ന് തപസ് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് 3-4 കള്ളന്മാര് വരികയും ആ കള്ളന്മാര് ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ തപസ് ചെയ്യുന്ന മാണ്ഡവ്യ മഹർഷിയുടെ അടുത്തേക്ക് അവർ കട്ടുകൊണ്ട് വന്ന മുതലിട്ടിട്ട് അവർ ഒളിച്ചിരുന്നു. അപ്പൊ ഈ ഭടന്മാര് വന്നിട്ട് ഈ മഹർഷിയെ കണ്ടിട്ട് ഇദ്ദേഹമാണ് ഈ മുതൽ കട്ടെടുത്തതിന്റെ പ്രധാനി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ പിടിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഒളിച്ചിരുന്നവരെയും കൂടെ പിടിച്ചു. അപ്പൊ ഇവരെയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ 3 പേരെയും കൊണ്ട് രണ്ട് കള്ളന്മാരെയും മഹർഷിയെയും കൂടെ അപ്പോൾ ഉടൻ തന്നെ ഈ 3 പേരെയും ശൂലത്തിൽ തറച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് ആജ്ഞാപിച്ചു. അന്നത്തെ കാലത്തെ ശിക്ഷ. അപ്പൊ ശൂലത്തിൽ തറച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് ശൂലത്തിൽ കുത്തി അവരെ നിർത്തി. അപ്പൊ ഇവർ കുത്തി എന്ന് പറഞ്ഞാൽ 2 കള്ളന്മാര് മരിച്ചു. പക്ഷെ മഹർഷി മരിച്ചില്ല. മഹർഷി അങ്ങനെ നിൽക്കുകയാണ്. മഹർഷി യോഗിയാണ്. മഹർഷിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ശരീരത്തിന് വേദനിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുള്ളത്. കാരണം അദ്ദേഹം അവിടെ ഈ ധ്യാനത്തിൽ അവിടെ അങ്ങനെ നിന്നതിന് ശേഷം അപ്പൊ ഇവിടെ അദ്ദേഹം ധ്യാനത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിപ്പിച്ചുകൊണ്ട് നിന്നു. അപ്പൊ അത് കാരണം ഈ ശരീരത്തിന് യാതൊരു കേടുകൂടാൻ വരാതെ എന്നാൽ ഇദ്ദേഹത്തിന് മരിക്കാതെ അങ്ങനെ ദിവസങ്ങളോളം നിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ ചുറ്റും കൂടി ഒരു ദിവ്യാത്മാവാണെന്ന് പെട്ടെന്ന് തന്നെ പരന്നത് കാരണം ഉടൻ തന്നെ മഹർഷിയെ ഉടനെ കുന്തത്തിൽ നിന്ന് താഴെ ഇറക്കുമ്പോൾ ഇത് ഈ ശൂലത്തിൽ നിന്ന് വലിച്ചിറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമായത് കാരണം ഈ ശൂലം മുറിച്ചു. അങ്ങനെ ശൂലം മുറിച്ച് ആ ശൂലത്തോടു കൂടിയവനായിട്ട് ഇദ്ദേഹം അറിഞ്ഞത് കാരണമാണ് ഈ അണിമാണ്ഡവ്യൻ എന്നുള്ള പേരിൽ മാണ്ഡവ്യൻ എന്നുള്ള പേരിൽ ഇദ്ദേഹം അറിയപ്പെട്ടു. പക്ഷെ മഹർഷി അവിടെ നിന്നില്ല, നേരെ വിട്ടത് യമലോകത്തിലേക്കാണ്. ഈ ധർമ്മരാജാവിന്റെ അടുത്തേക്ക് നേരെ യമധർമ്മന്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇപ്രകാരം ഒരു ശിക്ഷ തന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, യമധർമ്മരാജാവ് പറഞ്ഞു, അങ്ങ് ചെറിയ പ്രായത്തില്, അതായത് 4 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള പ്രായമുണ്ടല്ലോ. അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ ഈ തുമ്പികളെ പിടിച്ചിട്ട് അതിന്റെ ഈ പുല്ല്
ഇങ്ങനെ പുല്ല് കയറ്റി വിടുക എന്ന് പറഞ്ഞ ആ ഒരു ദുഷ്കർമ്മം ചെയ്തത് കാരണമാണ് അങ്ങേക്ക് ഈ ഒരു ശിക്ഷ കിട്ടിയത്. മാണ്ഡവ്യ മഹർഷി പറഞ്ഞു, ഈ ചെറിയ പ്രായത്തിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനകത്ത് കർമ്മഫലം ഇല്ല എന്ന് പറയുന്ന ഭഗവത് ധർമ്മത്തിന് വിപരീതമാണ് അങ്ങ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് മനുഷ്യനായിട്ട് ജനിച്ച് കഷ്ടപ്പെട്ടിട്ട് ധർമ്മത്തെ പഠിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് ശാപം കൊടുത്തു. അപ്പൊ അങ്ങനെയാണ് ഈ ധർമ്മപുത്രർക്ക് അവിടെ ധർമ്മരാജാവിന് അവിടെ ഈ വിതുരനായിട്ട് ജനിക്കേണ്ടി വന്നത്. അപ്പൊ ഇങ്ങനെ പോകും. ഇങ്ങനെയും കൂടെ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമ്മൾ പറയുകയാണ് ഇത് ഭഗവാന് പറ്റിയൊരു തെറ്റാണെന്ന് പറഞ്ഞാൽ അത് ഭഗവാന് പറ്റിയ തെറ്റല്ല, പകരം അത് മറ്റൊരു ജീവാത്മാവിന് വീണ്ടും അവിടെ നമ്മൾ ധർമ്മരാജാവ് എന്ന് പറഞ്ഞത് യമധർമ്മൻ. അപ്പൊ യമധർമ്മരാജാവിനൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ യമധർമ്മരാജ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി സംഘാതമാണിത്. അത് പരമാത്മാവ് ഭഗവാനല്ല. അപ്പൊ അവിടെയാണ് തെറ്റ് പറ്റിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ അതിനു വേണ്ടുന്നുള്ള തെറ്റുകളുടെ തിരുത്താനുള്ള ഒരു ഉപായവും കൂടി അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഇപ്രകാരം നമ്മൾ ആ ഭാഗം നമ്മളൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് ദോഷാരോപണങ്ങളിൽ നിന്ന് മുക്തനായിട്ട് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇതെന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അല്ലാത്ത പക്ഷം നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഉടനെ ഭഗവാൻ എനിക്ക് നൽകിയ ശിക്ഷയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കരയാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഭഗവാൻ ആരും ശിക്ഷയൊന്നും ആർക്കും നൽകുന്നില്ല, അവനവന്റെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ദേവതകൾക്ക് വന്ന പിഴവുമായിരിക്കാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കാം ഇങ്ങനെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ മാണ്ഡവ്യ മഹർഷിയെ പോലെ നേരെ പോയിട്ട് ധർമ്മരാജാവിനോട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് അറിയത്തുമില്ല ഇതൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധാപൂർവം ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. ഇതൊരു തമാശയാണ് കേട്ടോ, അല്ലാതെ കാര്യമായിട്ട് എടുക്കണ്ട. അപ്പം വിചിത്രതയാ പ്രാണിഭ്യ വിഭക്താരം വിഭജ്യദാതാരം. അതുപോലെ സർവ്വജീവജാലങ്ങൾക്കും ഈ കർമ്മഫലത്തെ, അതായത് തന്നിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കർമ്മഫലത്തെ വിഭജ്യ വേർതിരിച്ചിട്ട്, പ്രാണിഭ്യ വിഭക്താരം വിഭജ്യ, പ്രാണികൾക്കായിട്ട്, വിഭജിച്ചിട്ട് ദാതാരം നൽകുന്നവനും, അതാണ് സർവസ്യ ധാതാരം എന്ന് പറയുന്നത്. സർവത്രക്കും കൊടുക്കുന്നവനായിട്ടും സർവസ്യ ധാതാരം. എന്തിനാണ് കൊടുക്കുന്നത്? കർമ്മഫലത്തെ. വിധാതാവായിട്ട് കർമ്മഫലത്തെ സൂക്ഷിക്കുന്നു, വിധാതാവായിട്ട് കർമ്മഫലത്തെ കൊടുക്കുന്നു. കൊടുക്കുന്നവൻ, ദാതായാണ് കൊടുക്കുന്നവൻ. ന അസ്യ രൂപം. അപ്പൊ ഇങ്ങനെയുള്ള ഭഗവാന്റെ ഏത് രൂപമാണ് വിശിഷ്ടമായിട്ടുള്ളതെന്ന്? സർവസ്യ ധാതാരം അചിന്ത്യരൂപം. അപ്പൊ ഏത് രൂപമാണ് വിശിഷ്ടമായ രൂപം? അചിന്ത്യ രൂപം, ചിന്തിക്കാൻ പറ്റാത്തതായ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപത്തെ ആരും ചിന്തിക്കേണ്ടെന്നർത്ഥം. അല്ലാതെ ഉടൻ തന്നെ അചിന്ത്യ രൂപം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിന്മേലൊരു 4 വര കുത്തിവര ഇടാനല്ല പറഞ്ഞത്. അചിന്ത്യ രൂപം, രൂപമൊന്നും ചിന്തിക്കേണ്ട, ചിന്തിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട. അചിന്ത്യരൂപം. നാസ്യ രൂപം നിയതം രൂപം ന വിദ്യത്തെ. ഭഗവാന്റെ ഒരു പ്രത്യേക രൂപം എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ല. നിയത രൂപം വിദ്യത്തെ. സർവസ്യ ധാതാരം അചിന്ത്യരൂപം ആദിത്യവർണം തമസഃ പരസ്താത്. ആദിത്യവർണം, ആദിത്യനെ പോലെ പ്രകാശിക്കുന്നത്. തമസഃ പരസ്താത്, തമസ്സിനും അതീതമായിട്ടുള്ളത്. അപ്പൊ ഇവിടെ തമസ്സിനും അതീതമായിട്ടുള്ളത് ആദിത്യനെ പോലെ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപമയാണ്, അതുപോലെ എടുക്കരുത്, വാക്യാർത്ഥമായിട്ട് എടുക്കരുത് എന്നർത്ഥം. അപ്പൊ ലക്ഷണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കള്ളനെ പോലെ വരുങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവൻ കള്ളനാണെന്ന് നമ്മൾ ഉടനെ തന്നെ നോട്ടീസ് അടിച്ചിറക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ കള്ളനെ പോലെ വരുങ്ങുന്നു എന്നുള്ള പ്രയോഗം ചിലപ്പോൾ നടത്തിയെന്ന് വരും. അപ്പൊ ഇതേമാതിരിയാണ് നമ്മൾ ഈ ലക്ഷണം കണ്ടിട്ട് അതേമാതിരിയാണ് എടുക്കരുത്. അപ്പൊ ആദിത്യവർണം തമസഃ പരസ്താത് എന്ന് പറഞ്ഞാൽ ഇരുട്ടിനതീതമായിട്ടുള്ള സൂര്യൻ പ്രകാശം പോലെ എന്നത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ട് എന്ന് പറയുന്ന അജ്ഞാനം, അജ്ഞാനത്തിന് അതീതമായിട്ട് ജ്ഞാനപ്രകാശം, ഇതാണ് അർത്ഥം. അപ്പൊ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ഈ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് യുദ്ധം കർമ്മം ചെയ്യുക. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.